സർവസംശയഛേത്താരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. 270 പദ്യങ്ങളാണ് നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചത്. ഉദാസീനനെ പോലെ ഒരു ജ്ഞാനി കാണപ്പെടുന്നു. വാസ്തവത്തിൽ ഔദാസീന്യം അദ്ദേഹത്തിനില്ല. പോലെ എന്നുള്ള വാക്കാണ് അവിടെ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ കർമ്മത്തിൽ നിന്നും വിമുഖനായി കാണപ്പെടുന്ന ഒരു ജ്ഞാനി അയാളുടെ ഉപാംഗങ്ങൾക്ക് കേട് സംഭവിച്ചത് കൊണ്ടല്ല അങ്ങനെ കർമ്മം ചെയ്യാതിരിക്കുന്നത്. കർമ്മം കൊണ്ട് തനിക്ക് ഒന്നും നേടാനില്ല. എന്തുകൊണ്ട്? പരീക്ഷ്യലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാത് നാസ്ത്യകൃതകൃതേന. പ്രപഞ്ചത്തിലെ കാര്യങ്ങളെ നല്ലതുപോലെ വിശകലനം ചെയ്തിട്ട് പരീക്ഷിക്കണം. ഓരോന്നിനെയും നിഷ്പക്ഷമായി നിഷ്കർഷയോടുകൂടെ വിശകലനം ചെയ്യണം. ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന, ആശ്രയിക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിക്കണം. അങ്ങനെ കൂലങ്കഷമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാകും, ത്രിഭുവനങ്ങളിലും സ്വീകാര്യമായതൊന്നുമില്ല. ഒക്കെ മായാകാര്യങ്ങൾ, അല്പനേരം രസിപ്പിച്ചിട്ട് കടന്നു പോകുന്നവ, പറ്റിച്ചിട്ട് പോകുന്നവ മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. അതാരായാലും എന്തായാലും. അതുകൊണ്ട് ഇവയുടെ ഒന്നും മോഹവലയത്തിൽ മനുഷ്യൻ അകപ്പെടരുത്. ഈ പരീക്ഷ ലോകാൻ എന്ന് തുടങ്ങുന്നത് ഒരു സാധകനെ വർണ്ണിക്കുമ്പോഴാണ്. ഒരു സാധകൻ എന്ത് ചെയ്യുന്നു? മുമുക്ഷു ഇഹലോകത്തിലും പരലോകത്തിലും ഉള്ളതുമായ എല്ലാത്തിനെയും, എല്ലാ സുഖങ്ങളെയും നല്ലപോലെ വിശകലനം ചെയ്ത് ഇവയൊക്കെ കർമ്മങ്ങൾ കൊണ്ട് നേടാൻ കഴിയുന്നവയാണ് എന്ന് മനസ്സിലാക്കി, അതോടൊപ്പം കർമ്മം കൊണ്ട് നേടപ്പെടുന്നതൊക്കെ നശ്വരമായിരിക്കും എന്നുള്ള സത്യവും തിരിച്ചറിഞ്ഞ് കർമ്മത്തിനതീതമായി ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഒന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നു. അവിടെയാണ് നമ്മുടെ അറിവ് തുടങ്ങുന്നത്. നമ്മുടെ വിവേകം അവിടെയാണ് പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ കർമ്മമണ്ഡലത്തിൽ ഒന്നും ശാശ്വതമല്ല, ഒന്നും ശാശ്വത സുഖം നൽകുന്നതല്ല എന്നൊരറിവ് ഒരു ജിജ്ഞാസുവിന്റെ ഉള്ളിലുണ്ടാകും. അങ്ങനെയാണ് അയാൾ വിരക്തനാകുന്നത്. നിർവേദമായാത്. നിർവേദം എന്ന് പറഞ്ഞാൽ വിരക്തി, നിസ്സംഗത. ഇങ്ങനെ മനസ്സ് സർവ വസ്തുക്കളിൽ നിന്നും നിസ്സംഗമായി തീരുന്നു. അങ്ങനെയുള്ള ഒരുവൻ എന്തു വേണം? ഗുരുമേവാഭിഗച്ഛേത് ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠ. ബ്രഹ്മജ്ഞാനം ഉറപ്പുവന്നവനും അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം നേടിയവനും, അതുപോലെ തന്നെ വൈദിക ജ്ഞാനം, വേദങ്ങളെയും ഉപനിഷത്തുകളെയും ഒക്കെ കുറിച്ചുള്ള അറിവ്, അവയുടെ സൂക്ഷ്മാർത്ഥം ഗ്രഹിച്ചവനുമായ ഒരു ഗുരുവിനെ ശരണം പ്രാപിക്കണം. എങ്ങനെ? സമിത്പാണിഹി, കയ്യില് ചമതയും എടുത്തുകൊണ്ട്. സമിത്ത്, അതിന് മലയാളമാണ് ചമത. ഈ അരയാലിന്റെ ചുള്ളിയാണ് സമിത്ത് എന്ന് പറയുന്നത്. ചമത എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അങ്ങനെ ഗുരുവിന്റെ അടുത്ത് ചെന്ന് ഈ സത്യത്തെ അദ്ദേഹത്തിൽ നിന്ന് നല്ലതുപോലെ കേട്ട് മനസ്സിലാക്കണം. എന്നിട്ട് അതിനെ ജീവിതത്തിൽ പകർത്തണം. ഗുരുവിന്റെ ആജ്ഞ തെറ്റിക്കാതെ അദ്ദേഹം കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ മുമ്പോട്ട് പോകണം. അങ്ങനെയാണ് ഗുരു സാക്ഷാത്കരിച്ച അതേ സത്യത്തെ ശിഷ്യനും സാക്ഷാത്കരിക്കുന്നത്. അപ്പൊ ആ നിസ്സംഗത എന്നുള്ളത് ജ്ഞാനത്തിന് മുമ്പ് ഉണ്ടാവേണ്ടതാണ്. അതൊരു സാധകനിൽ ഉണ്ടാവേണ്ട ഗുണമാണ്. ഇനി സത്യം സാക്ഷാത്കരിക്കപ്പെട്ട് കഴിഞ്ഞാലോ നിസ്സംഗത സ്വഭാവമായി തീരും. ആദ്യം ഒരു ഉപായമായി സ്വീകരിച്ച നിസ്സംഗത അല്ലെങ്കിൽ വൈരാഗ്യം, അതുമല്ലെങ്കിൽ വിരക്തി, ജ്ഞാനപ്രാപ്തിക്കു ശേഷം സ്വഭാവമായി തീരും. എന്താ? ബ്രഹ്മം നിസ്സംഗമാണ്, നിർമുക്തമാണ്, ഒന്നുമായിട്ടും ഒട്ടിപ്പിടിക്കാത്തതാണ്. ആ സത്യത്തെ സാക്ഷാത്കരിച്ച ഒരാൾ എങ്ങനെ പ്രപഞ്ച വിഷയങ്ങളുമായി പറ്റിപ്പിടിക്കും? സാധ്യമല്ല. അപ്പൊ കർമ്മവിമുക്തി അല്ലെങ്കിൽ കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ളത് ശക്തിക്കുറവ് കൊണ്ടല്ല, കൈകാലുകൾക്ക് തളർച്ച ബാധിച്ചതും കൊണ്ടല്ല, മറിച്ച് കർമ്മം കൊണ്ട് തനിക്കൊന്നും കിട്ടാനില്ല
എന്നുള്ള സത്യം മനസ്സിലാക്കി ഉള്ളിൽ നിരന്തരമായ ആനന്ദസ്വരൂപമായ ആ സത്യവസ്തുവിനെ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇനി അയാളുടെ കൈകാലുകൾക്ക് ചലനശക്തി നഷ്ടപ്പെടുന്നു എങ്കിൽ അത് ജ്ഞാനത്തിന്റെ ലക്ഷണമല്ല, മറിച്ച് അതൊരു രോഗലക്ഷണമാണ്. കൈകാലുകൾ ആരുടെ വേണമെങ്കിലും തളർന്നു പോകാമല്ലോ. അപ്പോ കൈകാലുകൾ തളർന്നു പോയവരെല്ലാം ജ്ഞാനിയാണ് എന്ന് കരുതരുത്. ഇനി ഒരാൾ കൈകാലുകളെ ചലിപ്പിക്കാതിരിക്കുന്നത് കൊണ്ട് അയാൾ ജ്ഞാനം സിദ്ധിച്ചവനാണ് എന്ന് കരുതരുത്. അതുപോലെ ഒരാൾ നിരന്തരം കർമ്മമണ്ഡലത്തിൽ വർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അയാൾ ജ്ഞാനിയല്ല എന്നും തീരുമാനിക്കണ്ട. ഇനി നമുക്ക് 271 പദ്യത്തിലേക്ക് കടക്കാം. തത്വബോധം ക്ഷയം വ്യാധിം മന്യന്തെ യേ മഹാധിയഃ തേഷാം പ്രജ്ഞാതി വിശദാ കിം തേഷാം ദുശ്ശകം വദ. പരിഹാസത്തോടുകൂടി, ആ പരിഹാസത്തിന്റെ ലാഞ്ചനയോടുകൂടി ആണ് ഈ ശ്ലോകം പറയുന്നത്. തത്വബോധം ക്ഷയം വ്യാധിം മന്യന്തെ യേ മഹാധിയഃ. യേ മഹാധിയഃ തത്വബോധം ക്ഷയം വ്യാധിം മന്യന്തെ. ഏതൊരു മഹാബുദ്ധിമാന്മാരാണോ തത്വബോധത്തെ അഥവാ തത്വജ്ഞാനത്തെ ക്ഷയരോഗമാണ് എന്ന് കരുതുന്നത്, അതായത് തത്വജ്ഞാനം നേടിക്കഴിഞ്ഞാൽ കർമ്മം ചെയ്യാനുള്ള ശക്തി നഷ്ടപ്പെടും. അപ്പൊ അതൊരു രോഗമാണല്ലോ. അങ്ങനെ കൈകാലുകളെ തളർത്തിക്കളയുന്ന ഒന്നാണ് ഈ തത്വജ്ഞാനം എന്ന് ഏത് മഹാബുദ്ധികൾ വിചാരിക്കുന്നുവോ, ഇങ്ങനെ വിചാരിക്കുന്നവൻ അല്പബുദ്ധിയുള്ളവനാണ്, മഹാബുദ്ധിമാനല്ല. പക്ഷെ അവരെ നമ്മുടെ മലയാളത്തിൽ പറയുന്ന പോലെ ആക്കി സംസാരിക്കുകയാണ്. ഏത് മഹാബുദ്ധിമാന്മാരാണോ തത്വജ്ഞാനത്തെ ക്ഷയരോഗമാണെന്ന് വിചാരിക്കുന്നത്, തേഷാം പ്രജ്ഞ അതിവിശദ, അവരുടെ ബുദ്ധി അത്യന്തം നിർമ്മലമാണ്. ഒക്കെ പരിഹാസമാണ്. അവരുടെ ബുദ്ധി ഉണ്ടല്ലോ നല്ല തെളിഞ്ഞ വ്യാപ്തിയുള്ള ബുദ്ധിയാണ്. എന്നിട്ട് പറയുന്നു തേഷാം ദുശ്ശകം കിം വദ, അവർക്ക് സാധിക്കാത്തത് എന്തിരിക്കുന്നു പറഞ്ഞാലും. അതായത് മണ്ടന്മാർക്ക് എന്ത് വിഡ്ഢിത്തം വേണമെങ്കിലും ഈ ലോകത്തിൽ വിളമ്പാം. അതിനൊന്നും സമാധാനം പറയുന്നത് വേദാന്തിയുടെ തൊഴിലല്ല. ഇത് നല്ലതുപോലെ മനസ്സിലാക്കണം. എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ ഉത്തരം നൽകാൻ ശ്രമിക്കുകയാണോ ബുദ്ധിമാന്മാർ ചെയ്യേണ്ടത്? ആത്മസാക്ഷാത്കാരത്തെ ക്ഷയരോഗമാണെന്ന് ഏതൊരു മഹാബുദ്ധിശാലികൾ വിചാരിക്കുന്നുവോ അവരുടെ ബുദ്ധി അതീവ പരിശുദ്ധം തന്നെ. അവർക്ക് സാധിക്കാത്തതെന്തിരിക്കുന്നു? തത്വജ്ഞാനത്തെ ക്ഷയരോഗമാണെന്ന് സമർത്ഥിക്കാൻ കഴിയുന്നവർക്ക് പിന്നെ എന്താണ് സാധിക്കാൻ കഴിയാത്തത് എന്ന് പരിഹാസോക്തി. അതായത് പവിത്രങ്ങളായ മനുഷ്യന്റെ ബുദ്ധിക്ക് പോലും പിടികിട്ടാൻ വയ്യാത്ത സൂക്ഷ്മങ്ങളായ സത്യങ്ങളെ ആർക്ക് വേണമെങ്കിലും വളച്ചൊടിക്കാൻ, പരിഹസിച്ച് അവരുടെ നിന്ദയ്ക്ക് പാത്രമാക്കാം. പക്ഷേ അതിനൊന്നും ജ്ഞാനി മറുപടി പറയാൻ നിൽക്കുന്നില്ല, നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. സാരം വായിക്കാം. മഹാബുദ്ധിമാന്മാരായ ചില രസികന്മാരുണ്ട്. അവർ തത്വബോധത്തെ ക്ഷയരോഗമായിട്ടാണ് കണക്കാക്കുന്നത്. ആരോഗ്യശാസ്ത്രത്തിൽ ക്ഷയരോഗത്തിന്റെ ലക്ഷണം പറയുന്നിടത്ത് ജ്ഞാനികൾക്ക് സ്വാഭാവികമായി ഉണ്ടാവുന്ന പല ലക്ഷണങ്ങളും ക്ഷയരോഗിക്കുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പോരെ? അതായത് ആരോഗ്യശാസ്ത്രത്തിൽ, ആയുർവേദ ശാസ്ത്രത്തിൽ ക്ഷയരോഗത്തിന്റെ ലക്ഷണം പറയുന്ന ഭാഗമുണ്ട്. ആ ക്ഷയരോഗത്തിന്റെ ലക്ഷണമായിട്ട് പലതിനെയും പറയുന്നുണ്ട്. ആ ലക്ഷണങ്ങൾ ജ്ഞാനികൾക്ക് യോജിക്കുന്ന ലക്ഷണങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ചുമച്ച് കഫം തുപ്പും രക്തം തുപ്പും എന്നല്ല അതിന്റെ അർത്ഥം. ശരീരമൊക്കെ ദുർബലമായി വരും, മെലിഞ്ഞിരിക്കും. ഒരു നിസ്സംഗൻ ചിലപ്പോ ഈ ശരീരത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കാത്തത് കൊണ്ട് വളരെ മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവനായിരിക്കും. അതുകൊണ്ട് അയാൾ ക്ഷയരോഗിയാവുമോ? പക്ഷേ ഈ ക്ഷയരോഗത്തിന്റെ പല ലക്ഷണങ്ങളും ജ്ഞാനികളിൽ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ജ്ഞാനികളിൽ കാണപ്പെടുന്ന പല ലക്ഷണങ്ങളും ക്ഷയരോഗിയിൽ കാണപ്പെടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ
ക്ഷയരോഗികളിൽ കണ്ടുവരാറുമുണ്ട്. ലക്ഷണങ്ങൾ ക്ഷയരോഗിയിൽ കാണപ്പെടാം എന്ന് പറയുന്നതോടുകൂടി ചില ക്ഷയരോഗികളിൽ ആ ലക്ഷണങ്ങൾ കണ്ടുവരുന്നുമുണ്ട്. അതുകൊണ്ട് ഗ്രന്ഥിഭേദം വന്ന ബ്രഹ്മജ്ഞാനികളും ക്ഷയരോഗികളാണെന്നാണ് മുൻപറയപ്പെട്ട ബുദ്ധിമാന്മാരുടെ മതം. ഗ്രന്ഥിഭേദം അജ്ഞാനനാശം അല്ലെങ്കിൽ വാസനാനാശം, വിഷയാശകളൊക്കെ ഉള്ളിൽ നിന്ന് നീങ്ങിയ അവസ്ഥ. ആ അവസ്ഥ നേടിയ ബ്രഹ്മജ്ഞാനികളും ക്ഷയരോഗികളാണ് എന്ന് ഒരു കൂട്ടം ബുദ്ധിമാന്മാരെന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ പറയുന്നുണ്ട്. അവർക്ക് എന്താണ് പറഞ്ഞുകൂടാത്തത്? ഒരിക്കലും ആത്മജ്ഞാനി ക്ഷയരോഗിയോ ക്ഷയരോഗി ആത്മജ്ഞാനിയോ ആവുന്നില്ല. ജ്ഞാനം ബുദ്ധിനിഷ്ഠമാണ്, ക്ഷയരോഗം ശരീരനിഷ്ഠവുമാണ്. ശരീരത്തിനെ ബാധിക്കുന്നതാണ് ക്ഷയം. ബുദ്ധിയിൽ പ്രകാശം തൂകിക്കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്നതാണ് ആത്മജ്ഞാനം. ഇവയ്ക്ക് തമ്മിൽ എന്ത് ബന്ധം? നിസ്സംഗത കൈമുതലായുള്ള ഒരു ജ്ഞാനിക്ക് ചിലപ്പോ ബാഹ്യകാര്യങ്ങളിലോ അല്ലെങ്കിൽ സ്വന്തം ദേഹകാര്യങ്ങളിലോ താല്പര്യം ഉണ്ടായി എന്ന് വരില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം ഒരുപക്ഷെ മെലിഞ്ഞിരിക്കാം, അദ്ദേഹം ക്ഷീണിതനെ പോലെ കാണപ്പെട്ടേക്കാം, ഒന്നിലും താല്പര്യമില്ലാത്തവനായി സ്ഥിതി ചെയ്തു എന്നും വരാം. പക്ഷേ അതൊന്നും രോഗത്തിന്റെ ലക്ഷണമല്ല, ജ്ഞാനത്തിന്റെ ചില പ്രകട സ്വഭാവങ്ങൾ മാത്രമാണ് എന്നാണ് വിദ്യാരണ്യസ്വാമികൾ പറയുന്നത്. അടുത്ത പദ്യം വായിക്കാം. ഭരതാദേരപ്രവൃത്തി പുരാണോക്തേരി ചേത്തദാ ജക്ഷൻ ക്രീഡൻ രതിം വിന്ദൻ ഇത്യശ്രൗഷീഹി നകിം ശ്രുതിം. ഭരതാദേഹേ അപ്രവൃത്തി, ഭരതൻ മുതലായവരുടെ പ്രവൃത്തിയില്ലായ്മ അല്ലെങ്കിൽ നൈഷ്കർമ്മ്യസ്ഥിതി. ഏത് ഭരതന്റെ കാര്യമാണ് പറയുന്നത്? ശ്രീരാമന്റെ അനുജനായ ഭരതന്റെ കാര്യമല്ല, ജഡഭരതന്റെ കാര്യമാണ് പറയുന്നത്. എവിടെയാ പറയുന്നത്? ഭാഗവത മഹാപുരാണത്തിൽ ഭരതനെ പോലെയുള്ളവർ പ്രവൃത്തിയെ ത്യജിച്ചിട്ട് സ്ഥിതി ചെയ്യുന്നവരായി വിവരിക്കപ്പെട്ടിട്ടുണ്ട് പുരാണങ്ങളിൽ. ഒരു കടത്തിണ്ണയിൽ നല്ല വണ്ണമുള്ള ജഡഭരതൻ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നു. അപ്പോഴാണല്ലോ രഘുഗണ രാജാവ് അതുവഴി പല്ലക്കിൽ പോകുന്നത് കണ്ടിട്ട്, അല്ല, രഘുഗണ രാജാവ് ഇദ്ദേഹത്തെ കണ്ടിട്ട് ഈ പല്ലക്ക് ചുമക്കുന്നവർ കുറെ പേര് ക്ഷീണിച്ചു പോയി. അപ്പൊ അതിൽ ഒരുപാട് ക്ഷീണം ബാധിച്ച ഒരാളെ മാറ്റിയിട്ട് ആ തടിയനെ കൊണ്ട് പല്ലക്ക് ചുമപ്പിക്കാം എന്ന് തീരുമാനിച്ചത്. പല്ലക്ക് ചുമക്കാമോ എന്ന് ചോദിച്ചു, റെഡി എന്ന് പറഞ്ഞു. ചുമ്മാ കിടക്കുകയായിരുന്നു അവിടെ കടത്തിണ്ണയില്. അപ്പോ ഭരതൻ എന്ന് പറഞ്ഞാൽ ജഡഭരതനെ പോലെയുള്ള ചില മഹാത്മാക്കളുടെ പ്രവൃത്തിത്യാഗം അല്ലെങ്കിൽ കർമ്മത്യാഗം പുരാണോക്ത ഇത് ചെയ്ത് പുരാണത്തിൽ പറയപ്പെട്ടിട്ടുണ്ടല്ലോ എന്നാണ് പറയുന്നതെങ്കിൽ, അതായത് ജ്ഞാനികളുടെ ഒരു പ്രധാന ലക്ഷണമാണ് കർമ്മത്തിൽ താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ കർമ്മങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, ഒതുങ്ങിക്കഴിയുക എന്നുള്ളത്. അപ്പോ എല്ലാ ജ്ഞാനികളും അങ്ങനെ കർമ്മവിമുഖന്മാരായി തന്നെ ഇരിക്കണം എന്ന് കരുതരുത്. പുരാണങ്ങളിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ജഡഭരതനെ പോലെയുള്ള മഹാത്മാക്കളുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ജക്ഷൻ ക്രീഡൻ രതിം വിന്ദൻ ഇത് ശ്രുതിം നാശ്രൗഷീഹിക്കും. ഇത് ഒരു വശം, അവർ നിസ്സംഗരായിരിക്കും, ഒന്നിലും താല്പര്യമില്ലാത്തവരായിരിക്കും, എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നവരായിരിക്കും എന്നുള്ളതൊക്കെ. പക്ഷേ സുഹൃത്തെ, താങ്കൾ വേറൊരു കാര്യവും കേട്ടിട്ടില്ലേ? ചില ജ്ഞാനികൾ രാജ്യം ഭരിച്ചതായിട്ട് നിങ്ങൾക്കറിയില്ലേ? സീതയുടെ അച്ഛനായ ജനക മഹാരാജാവ് ഒന്നാം തരം തത്വജ്ഞാനി, ഗംഭീരമായി രാജ്യം ഭരിച്ചു. ഋഷഭ ചക്രവർത്തി, ഭാഗവത പുരാണത്തിലെ ഋഷഭൻ മഹാജ്ഞാനിയായിരുന്നു. കുറെയൊക്കെ കഴിഞ്ഞ് അവസാനമൊക്കെ ആയപ്പം മതി പോട്ട് പുല്ല് എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോ എല്ലാവരും ഇങ്ങനെ നിസ്സംഗരായി സന്യാസികളെ പോലെ കഴിയണം എന്ന് നിർബന്ധമില്ല. നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നവരായിട്ടും കളിക്കുന്നവരായിട്ടും അതുപോലെ രതിംബിന്ദൻ രതിസുഖം അനുഭവിക്കുന്നവരായിട്ടും ഒക്കെ പറയപ്പെട്ടിട്ടുള്ള ജ്ഞാനികളുടെ ചരിത്രം നീ കേട്ടിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ബാഹ്യ ലക്ഷണങ്ങൾ കൊണ്ട് ഒരിക്കലും ഒരു ജ്ഞാനിയെ വിലയിരുത്താൻ പാടില്ല. ജക്ഷൻ ക്രീഡൻ രതിംബിന്ദൻ ഇത് ശ്രുതി, അങ്ങനെയുള്ള വാക്യങ്ങളെ അങ്ങ് കേട്ടിട്ടില്ലേ അല്ലെങ്കിൽ നീ കേട്ടിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്തിനാണ്
അസ്ഥാനത്തിൽ പരിഹസിക്കുന്നത് ജഡഭരതൻ മുതലായവർ പ്രവൃത്തി സ്വഭാവമുള്ളവരായിരുന്നില്ല എന്ന് പുരാണങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നുവല്ലോ എന്നാണ് വാദിക്കുന്നതെങ്കിൽ, ജ്ഞാനി സാധാരണ ലോകരീതി അനുസരിച്ച് ഭക്ഷിച്ചും സ്നേഹിതന്മാരോടുകൂടെ കളിച്ചും, കൃഷ്ണനെ തന്നെ ഉദാഹരണമായിട്ടെടുക്കൂ. വെണ്ണ കട്ടുണ്ട ഉണ്ണിയാണ് കള്ളകൃഷ്ണൻ, രാസലീല ആടിയവനുമാണ്, ഭഗവത്ഗീത ഉപദേശിച്ചവനുമാണ്. ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് പൊരുത്തപ്പെടുത്താൻ പറ്റും? പൊരുത്തപ്പെടുത്താൻ പറ്റണം. കൃഷ്ണനെ പോലെയുള്ള ഒരു മഹാത്മാവ് ഗോപികമാരോടൊപ്പം ആടിപ്പാടി നടന്നത് എന്തിന്? അദ്ദേഹത്തിന് അറിയാം ഇതൊന്നുമില്ല, ഇവിടെ ഗോപനുമില്ല ഗോപികയുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ഒരു കളി, തമാശ എന്നുള്ള രീതിയിൽ കർമ്മരംഗത്ത് വർത്തിക്കുന്നവരാണ് ജ്ഞാനികൾ. ഇപ്പൊ ലോകരീതി അനുസരിച്ച് ഭക്ഷിച്ചും സ്നേഹിതന്മാരോടുകൂടി കളിച്ചും പത്നി സമേതനായി രതിസുഖം അനുഭവിച്ചുകൊണ്ടും ഇരിക്കുമ്പോഴും ദേഹത്തെ സ്മരിക്കുന്നതേ ഇല്ല. പിന്നെ എങ്ങനെയാ ഈ പ്രവൃത്തികൾ നടക്കുന്നത്? ഈ പ്രവൃത്തിക്ക് ഉത്തരവാദി പ്രകൃതിയാണ്. നല്ലതുപോലെ മനസ്സിലാക്കൂ. നമ്മളൊന്നും ഇവിടെ ചെയ്യുന്നില്ല, ചെയ്യാൻ പറ്റില്ല, ചെയ്യേണ്ട കാര്യമില്ല, ചെയ്യാനൊക്കില്ല. പ്രകൃതി ഗുണങ്ങൾ ശരീരങ്ങളെ ചലിപ്പിക്കുന്നു. മണ്ടന്മാർ താൻ ചെയ്യുന്നു എന്ന് കരുതുന്നു. കർത്താഹമിതി മന്യതേ, ഞാൻ കർത്താവാണ്, ഭോക്താവാണ് എന്നൊക്കെ ജീവൻ അജ്ഞാനം കൊണ്ട് തെറ്റിദ്ധരിക്കുന്നു. അപ്പോ ബാഹ്യ കർമ്മങ്ങളെ കൊണ്ടല്ല ജ്ഞാനിയെ അല്ലെങ്കിൽ ഒരു മഹാത്മാവിന്റെ ആ ജ്ഞാനദാർഢ്യത്തെ വിലയിരുത്തേണ്ടത്. ദേഹത്തെ സ്മരിക്കുന്നതേ ഇല്ല എന്നർത്ഥമുള്ള ശ്രുതിയെ അങ്ങ് കേട്ടിട്ടില്ലയോ? അതുകൊണ്ട് അപ്രവൃത്തിയല്ല, ദേഹാദികളിൽ അഹങ്കാരമില്ലായ്മയാണ് ജ്ഞാനലക്ഷണം എന്നല്ലയോ ശ്രുതി അഭിപ്രായം? പ്രവൃത്തി ചെയ്യാതിരുന്നത് കൊണ്ട് ഒരാൾ ജ്ഞാനിയാവുന്നില്ല. നല്ലതുപോലെ മനസ്സിലാക്കുക. പ്രവൃത്തിരാഹിത്യം, കർമ്മവിമുഖതയല്ല ജ്ഞാനത്തിന്റെ ലക്ഷണം. ജ്ഞാനികൾ കർമ്മവിമുഖന്മാരായിരിക്കാം, അതുകൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷെ കർമ്മം ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അയാൾ ജ്ഞാനിയാണ് എന്ന് തീരുമാനിക്കരുത്. പിന്നെ ഈ ജ്ഞാനത്തിന്റെ ലക്ഷണം എന്താണ്? ശരീരാദികളിൽ ഞാൻ എന്ന ഭാവം ഇല്ലാതിരിക്കുന്നത്, ആ അഹങ്കാരമില്ലായ്മ, അഹന്ത മമത, ഇത് രണ്ടും ഇല്ലാതിരിക്കുകയാണ് ശരിക്ക് ജ്ഞാനലക്ഷണം. ജക്ഷൻ ക്രീഡൻ രമമാണഃ സ്ത്രീഭിർവ യാനൈർവ ജ്ഞാതിഭിർവ വയസ്യൈർവ നോപജനം സ്മരന്നിദം ശരീരം എന്നുള്ള ശ്രുതിയുടെ അർത്ഥമാണ് മേൽക്കാണിച്ച ശ്ലോകം. ഉപനിഷത്താണ് പറയുന്നത്. ജക്ഷൻ ക്രീഡൻ രമമാണഃ, നല്ല രുചികരങ്ങളായ ഭക്ഷണങ്ങളെ കഴിച്ചുകൊണ്ടും സുഹൃത്തുക്കളോടൊപ്പം കളിച്ചുകൊണ്ടും സ്ത്രീകളോടൊപ്പം രമിച്ചുകൊണ്ടും ജ്ഞാതികളോടൊപ്പം അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടും ഇരിക്കുമ്പോഴും സ്മരന്നിദം ന സ്മരന്നിദം ശരീരം, ഈ ശരീരത്തെ ഓർക്കുന്നേയില്ല. തനിക്കൊരു ദേഹമുണ്ട് എന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിൽ, ജ്ഞാനിയുടെ ഉള്ളിൽ വരുന്നേയില്ല. അതാണ് ജ്ഞാനത്തിന്റെ ലക്ഷണം. അല്ലാതെ അയാള് ഒരു കർമ്മം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. സാരം വായിക്കാം. ജഡഭരതൻ തുടങ്ങിയ ജ്ഞാനികൾ കേവലം നിഷ്ക്രിയന്മാരായിരുന്നു എന്ന് പുരാണങ്ങൾ പറയുന്നില്ലേ? അതിൽ നിന്ന് ശരീരാധികരണങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെയാണ് ജ്ഞാനി പ്രവർത്തിക്കാതിരിക്കുന്നത് എന്ന് തെളിയുന്നില്ലേ? ജഡഭരതനെ പോലെയുള്ളവർ കർമ്മത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരണം അവരുടെ കൈയും കാലും ഒക്കെ തളർന്നു പോയത് കൊണ്ടല്ലേ? അപ്പോ ജ്ഞാനം നേടിയവരൊക്കെ പരാലിസിസ്, തളർവാദം പിടിച്ചു കിടക്കും എന്നല്ലേ അതിന്റെ അർത്ഥം? അങ്ങനെ ഒരു ജ്ഞാനം നേടേണ്ട കാര്യമുണ്ടോ? അപ്പോ ശരീരാദി കരണങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല ജ്ഞാനി പ്രവർത്തിക്കാതിരിക്കുന്നത്. പക്ഷെ ചില ബുദ്ധിമാന്മാർ അങ്ങനെ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കും. ആ സ്ഥിതിക്ക് ക്ഷയരോഗിയും ജ്ഞാനിയും തമ്മിൽ എന്താണ് വ്യത്യാസം? അതുകൊണ്ട് ജ്ഞാനി ക്ഷയരോഗി കൂടിയാണെന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റ്? അതായത് ജ്ഞാനിയാണ്, സമ്മതിച്ചു, പക്ഷെ കൈയും കാലും അതോടൊപ്പം തളർന്നു പോയവനും കൂടെയാണ് അദ്ദേഹം. എന്ന് പറഞ്ഞാൽ ക്ഷയരോഗി, തളർച്ച ബാധിച്ചവൻ. ജ്ഞാനവും ഉണ്ട്, ജ്ഞാനം കിട്ടിയതോടുകൂടി ആളിന്റെ കൈകാലുകൾ തളർന്നു പോവുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതിലെന്താണ് തെറ്റ് എന്നാണെങ്കിൽ, ജ്ഞാനികൾ സാധാരണ ജനങ്ങളെപ്പോലെ ആഹാരം കഴിക്കുകയും
ലോകവ്യവഹാരത്തെ ചെയ്യുകയും സ്ത്രീകളോടുകൂടി രതിസുഖത്തെ അനുഭവിക്കുകയും ചെയ്യുമ്പോഴും ശരീരത്തിന്റെ ഓർമ്മയുണ്ടാവുന്നില്ല എന്ന് ശ്രുതിയിൽ പറയുന്നില്ലേ? ശ്രുതിയാണ് പ്രമാണം. എവിടെ എങ്ങനെ ജീവിച്ചാലും ജ്ഞാനിയുടെ മനസ്സ് ബ്രഹ്മത്തിൽ നിന്ന് കടുകിട വ്യതിചലിക്കുന്നില്ല. ജനകന്റെ രാജധാനിയിലെത്തിയ ശുഗമഹർഷി എന്ത് ചെയ്തു? ജനകൻ സുന്ദരികളായ ധാരാളം പരിചാരികമാരെ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ നിയോഗിച്ചു. വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കി. ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ല ശുഗമഹർഷി. ഗംഭീരമായിട്ട് കഴിച്ചു. നല്ല പട്ട് മെത്ത, സപ്രമഞ്ച കട്ടിൽ എല്ലാം കൊടുത്തു. ഹേയ്, ഞാൻ സന്യാസിയാണ്, നിസ്സംഗനാണ്, അവധൂതനാണ്, എനിക്ക് പട്ടുമെത്ത ഹറാമാണ് എന്നൊന്നും പറഞ്ഞില്ല. പട്ടുമെത്തയാണോ കിടക്കാം. പക്ഷേ അവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, കാട്ടിൽ തൻ്റെ കുടീരത്തിൽ വെറും തറയിൽ കിടന്നിരുന്നപ്പോൾ എത്ര കണ്ട് സുഖം അനുഭവിച്ചുവോ അതിൽ നിന്ന് അല്പം പോലും കൂടുതൽ സുഖം പട്ടുമെത്തയിൽ കിടക്കുമ്പോൾ ശുഗമഹർഷി അനുഭവിച്ചില്ല. എന്ന് പറഞ്ഞാൽ എന്താ? തുല്യം, സമം, ഒരു വ്യത്യാസമില്ല. തറയിൽ കിടക്കുന്നത് പോലെ തന്നെ പട്ടുമെത്തയിൽ കിടക്കുന്നത്, ഒരു വ്യത്യാസമില്ല. എന്താ? എല്ലാം ഒന്ന്, ഒരേ ബ്രഹ്മം. തനിക്ക് ദേഹവുമായി യാതൊരു ബന്ധവുമില്ല. ആ ശരീരം കല്ലിൽ കിടന്നാലെന്ത്, മുള്ളിൽ കിടന്നാലെന്ത്, കട്ടിലിൽ കിടന്നാലെന്ത്, ഒരു വ്യത്യാസവുമില്ല. അങ്ങനെ ആ അറിവ് എല്ലാറ്റിനെയും സമമായി കാണുന്നതിലാണ് സ്ഥിതി ചെയ്യുന്നത്. സമത്വമാണ് അറിവിൻ്റെ പ്രധാന ലക്ഷണം. അപ്പോൾ പല പ്രവൃത്തികളും ചെയ്യുമ്പോഴും ശരീരത്തിൻ്റെ ഓർമ്മ ഉണ്ടാവുന്നില്ല എന്ന് ശ്രുതിയിൽ പറയുന്നില്ലേ? അതങ്ങ് ശ്രദ്ധിച്ചില്ലേ എന്നാണ് ആക്ഷേപം ഉന്നയിച്ച ആളിനോട് വേദാന്തിക്ക് ചോദിക്കാനുള്ളത്. അതിൽ നിന്ന് പ്രവൃത്തിയും അപ്രവൃത്തിയുമല്ല, അഹങ്കാര വിലയമാണ് ജ്ഞാനത്തിന്റെ ലക്ഷണം എന്നും തെളിയുന്നുണ്ട്. അഹങ്കാരം കുറയുന്നുണ്ടോ? ഞാൻ എന്ന ഭാവം, സംഘം ഉള്ളിൽ നിന്ന് ഇല്ലാതാവുന്നുണ്ടോ? അല്ലാതെ നിങ്ങൾ കയ്യും കാലും ഇളക്കി കർമ്മം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ചെയ്താലും ശരി, ഇല്ലെങ്കിൽ ശരി, ഉള്ളിൽ ഈ അഹങ്കാരം ക്ഷയിച്ചുവോ? ഇതാണ് ചോദ്യം. ആ ശ്രുതി അഭിപ്രായത്തെ മാനിച്ചാൽ മതി. അടുത്ത പദ്യം വായിക്കാം. നഹ്യാഹാരാദി സന്ത്യജ്യ ഭരതാദ്യാസ്ഥിതാഃ ക്വചിത് കാഷ്ഠപാഷാണവത്കിന്തു സംഗഭീത ഉദാസതേ. ഭരതാദ്യാഹ എന്ന് പറഞ്ഞാൽ ജഡഭരതിനെ പോലെയുള്ളവർ. ആഹാരാദി സന്ധ്യജ്യ, ആഹാരം തുടങ്ങിയവയെ ഉപേക്ഷിച്ചിട്ട്, ക്വചിത് നഹിസ്ഥിതാഹ, ഒരു ദിക്കിലും ഇരുന്നവരല്ല എന്ന് പറഞ്ഞാൽ ഒരിടത്തും സ്ഥിരവാസം ഉറപ്പിച്ചവരല്ല. അവധൂത വൃത്തിയിൽ കഴിഞ്ഞവരാണ്. ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഒരിടത്തു നിന്ന് വേറൊരിടത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാ അങ്ങനെ ചെയ്യുന്നത്? കിന്തു സംഗഭീതാഹ കാഷ്ഠപാഷാണാധിപത് ഉദാസതേ. അവർ ഒരു ദിക്കിലും സ്ഥിരവാസം ചെയ്തവരല്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, സംഘഭീതന്മാരായിട്ട്, നമ്മൾ എവിടെയെങ്കിലും താമസിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടിരുന്ന തനിക്ക് ചുറ്റും ആള് കൂടും. ഏതോ ഒരു മഹാത്മാവാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ട് കാഴ്ചദ്രവ്യങ്ങളൊക്കെ കൊണ്ടുവയ്ക്കും. നമ്മളറിയാതെ നമുക്ക് ചുറ്റും ഒരു ആശ്രമം ഉയർന്നു വരും. നമ്മളെ പിടിച്ച് ഇവരൊക്കെ പീഠാധിപതിയാക്കും. അയ്യോ വേണ്ട, ഇതൊക്കെ വലിയ കൊല്ലാപ്പണി. എന്തിന്? ഞാൻ എൻ്റെ ഉള്ളാനന്ദം അനുഭവിച്ചുകൊണ്ട് അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കാം, അവധൂതനായിരിക്കാം എന്ന് തീരുമാനിക്കുന്നവരാണ്. അപ്പോ സംഘം ഉണ്ടാകരുത്. സംഘം സംഭവിച്ചാൽ താൻ വീണ്ടും സംസാരത്തിൽ പതിച്ചു പോകും എന്നുള്ള ഭയം കാരണമായിട്ട് കാഷ്ഠപാഷാണങ്ങൾ എന്ന പോലെ, കാഷ്ഠം വിറക്, പാഷാണം കല്ല്, അങ്ങനെ ജഡത്തെ പോലെ, വെറും അചേതന പദാർത്ഥങ്ങളെ പോലെ ഉദാസതയെ, ഉദാസീനന്മാരായിരിക്കുന്നു. ചില ജ്ഞാനികൾ ഗംഭീരമായി കർമ്മരംഗത്ത് വർത്തിച്ചവരും ഉണ്ട്. പ്രമാണങ്ങളിൽ ഇങ്ങനെയുള്ള അവധൂതന്മാരെ, അവരുടെ ലക്ഷണങ്ങളെ വർണ്ണിച്ചിരിക്കുന്നതിന് അർത്ഥം എന്താണ് എങ്കിൽ, അവർ ഉദാസീനന്മാരായിരുന്നു എന്നും മാത്രം ധരിപ്പിക്കാനാണ്. അവർക്ക് ഒന്നിനോടും താല്പര്യമില്ല എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. പ്രവൃത്തി വിമുഖന്മാരായിരുന്നു എന്നർത്ഥമില്ല. ജഡഭരതന്റെ കഥ തന്നെ എങ്ങനെയാണ്? ജഡഭരതൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഗൃഹസ്ഥൻ അദ്ദേഹത്തെ വിളിച്ചിട്ട്,
എന്റെ പറമ്പൊക്കെ ഒന്ന് കിളച്ച് വൃത്തിയാക്കണം, പറ്റുമോ എന്ന് പറഞ്ഞു. ഓ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് രാവിലെ തുടങ്ങിയ പണി ഏതാണ്ട് സൂര്യൻ അസ്തമിക്കുന്നത് വരെ തുടർന്നു. കംപ്ലീറ്റ് വെട്ടി, കാടും പടലും ഒക്കെ വെട്ടി നീക്കി വൃത്തിയാക്കി പുരയിടം ഇപ്പോ ശുദ്ധമായി തീർന്നു. പണി കഴിഞ്ഞു. സാധാരണ പണിക്കാരെന്താ ചെയ്യുന്നത്? പണി കഴിഞ്ഞിട്ട് ശരീരശുദ്ധിയൊക്കെ വരുത്തിയിട്ട് വീട്ടുകാരൻ്റെ അടുത്ത് നിൽക്കും. എന്തിനാ? കൂലിക്ക് വേണ്ടി. ജഡഭരതൻ എന്ത് ചെയ്തെന്നോ, പണിയൊക്കെ കഴിഞ്ഞു, ദേഹമൊക്കെ വൃത്തിയാക്കി, കൂലിക്കായി കാത്തു നിൽക്കാതെ നടന്നു നീങ്ങി. ആ ഗൃഹസ്ഥൻ കാശു എടുത്തുകൊണ്ട് കൂലി കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോ ജഡഭരതൻ വളരെ ദൂരെ എത്തിയിരുന്നു. ഇതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു പ്രതീക്ഷയുമില്ല. ഇങ്ങനെയാണെങ്കിൽ നമ്മളെ ആൾക്കാർ മുതലാക്കില്ലേ? നാളെ വേറൊരാള് ഇതുപോലെ പറമ്പ് കിളയ്ക്കാൻ വിളിക്കില്ലേ എന്നായിരിക്കും നമുക്ക് തോന്നുക. ആ പ്രദേശത്ത് ഉണ്ടായിരുന്നിട്ട് വേണ്ടേ? അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുമ്പോ ഇയാൾ 2 ഗ്രാമങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. അവിടെയും ചിലപ്പോ പറമ്പ് കിളയ്ക്കാൻ വിളിച്ചു എന്നിരിക്കും. അവിടെയും കിളയ്ക്കും, അവിടെയും കൂലിക്ക് നിൽക്കാതെ നടന്നകലും. എന്തേ? നമുക്കിതൊന്നും പിടികിട്ടില്ല. വെറും തമാശ, വെറും നാടകം. അഹോ നാടകം നിഖിലവും എന്ന് ഗുരുദേവൻ പറയുന്നത് പോലെയാണ്. കാരണം അവർക്ക് ഒന്നും വേണ്ട, പ്രതിഫലം ആവശ്യമില്ലാത്തവരാണ്. എന്നാ പിന്നെ എന്തിനാ ഈ പണി ചെയ്തത് എന്ന് ചോദിച്ചാൽ, ഒരാൾ ആവശ്യപ്പെട്ടു, തന്റെ ശരീരത്തിൽ ബലമുണ്ട്, വേറൊരാൾക്ക് പ്രയോജനപ്പെട്ടോട്ടെ, അയാളുടെ പറമ്പ് വൃത്തിയായിക്കോട്ടെ എന്ന് വിചാരിച്ചു, ചെയ്തു കൊടുത്തു, നടന്നുപോയി, അവിടുന്ന് യാത്രയായി. അപ്പോ പ്രവൃത്തി വിമുഖന്മാരാണ് ഈ ജ്ഞാനികൾ എന്ന് വിചാരിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഭരതാദികൾ ആഹാരാദികൾ ഇല്ലാതെ എല്ലാം പിടിഞ്ഞ് ഒരു ദിക്കിലും ഇരുന്നിട്ടില്ല. ആഹാരം പോലും കഴിക്കാതെ ഒന്നും അവർ ഇരുന്നിട്ടില്ല. വിശപ്പ് വരികയാണെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കൈനീട്ടും. അവിടെ ഈ അഭിമാനം ഒന്നും കയറി വരില്ല. ഞാനെന്ന ഭാവമില്ലല്ലോ, പിന്നെ എന്താ അഭിമാനം? ഒരു വീട്ടില് കൊടുത്തില്ല, അടുത്ത വീട്ടിൽ ചെന്ന് കൈനീട്ടും. 10 വീട്ടിൽ കയറി ഇറങ്ങി, ആരും ഒന്നും കൊടുത്തില്ല. ഇതാണ് തന്റെ തലവിധി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിൽ കിടന്നുറങ്ങും. നമുക്ക് പറ്റില്ല. ഇതേ ഉള്ളൂ വ്യത്യാസം. നമ്മളാണെങ്കിൽ അന്നം തരാത്തവനെയൊക്കെ അവന്റെ 10 തലമുറ ശപിച്ച് ഭസ്മമാക്കിയിട്ട് നമ്മൾ അവിടുന്ന് പോകും. ഇത് ആരോടും ഒരു കുണ്ഠിതവുമില്ല. നമുക്കിന്ന് അന്നം വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് ശാന്തനായി അവിടുന്ന് പോവും. അപ്പോ ഈ ആഹാരാദികളെ ഒരിക്കലും ജഡഭരതനെ പോലെയുള്ളവർ ഉപേക്ഷിച്ചിട്ടില്ല. കാരണം ജഡഭരതന്റെ ശരീരം കണ്ട നല്ല തടിച്ചു കൊഴുത്ത ശരീരമാണ്. അപ്പൊ നല്ല സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ ആളാണെന്ന് മനസ്സിലാവും. കാരണം ശരീരപുഷ്ടിയുണ്ട്. ആ ശരീരപുഷ്ടി കണ്ടിട്ടാണ് രഘുഗണ രാജാവ് പല്ലക്ക് ചുമക്കാനായിട്ട് വിളിച്ചത്. അപ്പൊ നല്ല പോലെ ആഹാരം കഴിക്കാതെ ശരീരപുഷ്ടി ഉണ്ടാകുമോ? ഉണ്ടാവില്ല. അപ്പൊ ആഹാരമൊക്കെ നല്ലതുപോലെ കഴിക്കും. അങ്ങനെ ഒന്നും ഇല്ലാതെ ഇങ്ങനെ പട്ടിണിപ്പാവമായിട്ട് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവരല്ല. പിന്നെ എന്തിനാണ് ഇവർ ഒതുങ്ങി കഴിഞ്ഞത് എന്ന് ചോദിച്ചാൽ, പ്രാകൃത ജനങ്ങളോടുള്ള ചേർച്ച കൂടാതെ ഇരിക്കാൻ ആത്മനിഷ്ഠന്മാരായിട്ട് കാഷ്ടപാഷാണങ്ങൾ എന്ന പോലെ ഇരുന്നു എന്ന് കാണിക്കുന്നു. ഈ ശരീരത്തോടുള്ള ചേർച്ച കൂടാതെ ജീവൻ മുക്തന്മാരായിരിക്കാൻ കഴിവുള്ളവരായിരുന്നു ആ മഹാത്മാക്കൾ എന്നാണ് അതിൽ നിന്ന് ധരിക്കേണ്ടത്. ശരീരവുമായി ഒരു തരത്തിലുള്ള ബന്ധവും കൂടാതെ തികഞ്ഞ പൂർണ്ണ ജീവൻ മുക്തരായിട്ട് കഴിഞ്ഞവരായിരുന്നു അവർ എന്ന് കാണിക്കാനാണ് അവരെ ഈ ശാസ്ത്രങ്ങളിലും മറ്റുമൊക്കെ ഇങ്ങനെ വിവരിച്ചത്. സാരം വായിക്കാം. കൂടാതെ ഭരതാദി ജ്ഞാനികൾ ആഹാരം തുടങ്ങിയ ശരീരാവശ്യങ്ങളെ കേവലം ഉപേക്ഷിച്ചിരുന്നില്ല എന്നും പുരാണങ്ങളിൽ നിന്നും തെളിയുന്നുണ്ട്. ചിലപ്പോ നല്ല പോലെ കഴിക്കും, എത്ര ചോറ് കൊണ്ടിട്ടാലും കഴിച്ചുകൊണ്ടേയിരിക്കും. അവസാനം വിളമ്പുന്നവന്റെ കൈ തളർന്ന് അയാൾ വിളമ്പല് മതിയാക്കിയിട്ട് പോകും. എന്തിനാ ഇങ്ങനെ വലിച്ചു വാരി തിന്നുന്നത്? വയററിയാതെ കഴിക്കുന്നവരാണോ ജ്ഞാനികൾ? അങ്ങനെയൊന്നുമല്ല. അവർക്ക് ഈ ശരീരം ഒരു പ്രശ്നമല്ല. കിട്ടിയാൽ നല്ലതുപോലെ കഴിക്കും, കിട്ടിയില്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. എന്നാൽ കല്ലോ മുട്ടിയോ പോലെ എന്ന് പറഞ്ഞാൽ വിറക് കേവലം നിഷ്ക്രിയന്മാരായിരുന്നത് എന്തിന് എന്നാണെങ്കിൽ, പ്രാകൃതന്മാരോടുള്ള എന്ന് പറഞ്ഞാൽ ലൗകികന്മാരോടുള്ള സമ്പർക്കം കൊണ്ട് വീണ്ടും ശരീരാഭിമാനം ഉദിച്ചെങ്കിലോ എന്ന് ഭയന്ന് തന്നെയാണ് അങ്ങനെ ചെയ്തതെന്നും കരുതണം. ഭരതൻ അങ്ങനെ ആയിത്തീരാൻ പ്രത്യേക കാരണവുമുണ്ട്. ജഡഭരതന്റെ കാര്യത്തില് അദ്ദേഹം
ഒരിടത്ത് ഇങ്ങനെ സ്ഥിരമായി താമസിക്കാതെ ആരുമായിട്ടും സമ്പർക്കത്തിൽ ഏർപ്പെടാതെ കഴിഞ്ഞതിന് പ്രത്യേക കാരണമുണ്ട്. എന്താണ്? ജഡഭരതന്റെ കഴിഞ്ഞ ജന്മം അദ്ദേഹം ഭരത ചക്രവർത്തിയായിരുന്നുവല്ലോ. അവസാന സന്യാസമൊക്കെ വാങ്ങിച്ച് കാട്ടില് ഒരു കുടീരത്തിൽ താമസമായി അങ്ങനെ വിരക്തനായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഒരു മാൻകുട്ടിയുമായി സംഘം ഏർപ്പെട്ടത്. എന്നിട്ട് അവസാനം എന്തായി? പൂജയും ധ്യാനവും ജപവും ഒന്നും ഇല്ലാതെയായി. ഏത് സമയവും മാൻകുട്ടിയുടെ വിചാരം മാത്രം. ആ മാൻകുട്ടി ഏതെങ്കിലും ജീവികൾ ഒന്ന് ഉപദ്രവിക്കുവോ, അത് ആഹാരം കഴിച്ചോ, അത് വിശന്ന് കരയുവോ, ഇങ്ങനെ മനസ്സ് മാൻകുട്ടിയിൽ പതിഞ്ഞുപോയി. ബാലകൃഷ്ണൻ നായർ സാറ് ആ ജഡഭരതന്റെ കഥയൊക്കെ പറയുന്നത് ഒന്ന് കേൾക്കേണ്ടതാണ്. എത്ര ഭംഗിയായിട്ട് സാറ് പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? ജഡഭരതോപാഖ്യാനം. അപ്പോ തനിക്ക് കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി. ഒരു മാനിൽ തന്റെ മനസ്സ് സംഘബദ്ധമായി. അവസാനം എന്താ? ആ മനുഷ്യജന്മ ശരീരം താഴെ വീണപ്പോ അടുത്ത ജന്മം മാനിന്റെ ജന്മം. ഒരാള് മരണവേളയിൽ എന്തിനെ തന്നെയാണോ ഭാവന ചെയ്തുകൊണ്ട് പ്രാണൻ ഉപേക്ഷിക്കുന്നത്, അടുത്ത ജന്മം അതായിരിക്കും എന്നാണല്ലോ ഗീതയിലെ കൃഷ്ണൻ പറയുന്നത്. മാനിനെ തന്നെ വിചാരിച്ചുകൊണ്ട് മരിച്ചതുകൊണ്ട്, ശരീരത്തെ ഉപേക്ഷിച്ചതുകൊണ്ട് അടുത്ത ജന്മം ഒരു മാനായി ജനിച്ചു. പക്ഷേ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ആ സുകൃതത്തിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് പൂർവജന്മ സ്മരണ ഉണ്ടാവുകയും അങ്ങനെ മാനിന്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം തത്വമനനം തുടരുകയും ചെയ്തു എന്നാണ് ഭാഗവതം പറയുന്നത്. ആ മാൻ മരിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും ഒരു മനുഷ്യജന്മം കിട്ടി. അതാണ് ജഡഭരതൻ. അപ്പോ ബാല്യത്തിലെ തന്നെ നല്ല തത്വനിഷ്ഠനായിരുന്നു ജഡഭരതൻ. അപ്പോ അങ്ങനെ പൂർവജന്മത്തിൽ തനിക്കൊരു അബദ്ധം പറ്റി എന്നുള്ള കാരണത്താൽ പൂർവജന്മത്തിൽ മാൻകുട്ടിയുടെ സംഘം കൊണ്ട് മാനായി ജനിക്കേണ്ടി വന്ന കഥ അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. അതിനാൽ മേലിൽ ആരുടെയും സമ്പർക്കം ഉണ്ടാവരുതെന്ന് കരുതി അദ്ദേഹം ഉദാസീനനെ പോലെ ഇരുന്നതാണ്. അല്ലാതെ ക്ഷയരോഗം കൊണ്ട് അവശനായി പ്രവർത്തിക്കാതിരുന്നതല്ല. 274 പദ്യം വായിക്കാം. സംഗീഹി ബധ്യതേ ലോകേ സംഗീഹി ബാധ്യതേ ലോകേ നിസ്സംഗ സുഖമശ്നുതേ തേന സംഗ പരിത്യാജ്യഃ സർവദാ സുഖമിച്ഛത. ലോകേ സംഗീ ബാധ്യതേ ഹി. ലോകത്തിൽ സംഘമുള്ളവൻ, മനസ്സുകൊണ്ട് പലതിലും ഒട്ടിപ്പിടിച്ചിരിക്കുന്നവൻ ബാധിക്കപ്പെടുക തന്നെ ചെയ്യും. സംശയം വേണ്ട. സംഘമാണ് ദുഃഖകാരണം. നിസ്സംഗഃ സുഖമശ്നുതേ. നിസ്സംഗത ശീലിക്കുന്നവൻ, സംഘഹീനൻ, പൂർണ്ണ സുഖം അനുഭവിക്കുന്നു. അതുകൊണ്ട് തേന സുഖമിച്ഛത. സുഖം വേണമെന്ന ആഗ്രഹമുള്ളവൻ സർവദാ സംഘഃ പരിത്യാജ്യഃ. സുഖമുൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുവനാൽ സംഘം എപ്പോഴും ഉപേക്ഷിക്കപ്പെടണം. സംഘം മനസ്സിനെ തീണ്ടാതെ നോക്കിക്കൊള്ളണം. സംഘരഹിതന്മാരാണ് സുഖം അനുഭവിക്കുന്നത്. സംഘികൾ ദുഃഖമാണ് അനുഭവിക്കുന്നത്. ഞാൻ എൻ്റെ എന്ന് പറഞ്ഞ് പലതിലും അവരുടെ മനസ്സ് പറ്റിപ്പിടിക്കുന്നു. എപ്പോഴും ആ സംഘത്തിന് ആസ്പദമായ വസ്തുക്കളെയോ വ്യക്തികളെയോ കുറിച്ചായിരിക്കും അവരുടെ ചിന്ത. അവന്റെ മനസ്സ് എങ്ങനെ ബ്രഹ്മത്തിൽ ഉറയ്ക്കും? സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആ സത്യത്തിൽ ആ മനസ്സ് എങ്ങനെ ലഗ്നമാകും? അതുകൊണ്ടാണ് സംഘത്തെ ഉപേക്ഷിക്കണം എന്ന് പറയുന്നത്. എല്ലാം പ്രവർത്തിക്കുവാൻ ശക്തനായ ജ്ഞാനി സംഘത്തെ എന്തിനായി ഉപേക്ഷിക്കുന്നു എന്നാണെങ്കിൽ ലോകത്തിലെ സാമാന്യ ജന സംസർഗം ബാധയുണ്ടാക്കും. പക്ഷെ എത്രയോ പേര് ജനങ്ങളുമായിട്ട് വ്യവഹരിച്ചിട്ടുണ്ടല്ലോ, അവർക്കൊന്നും സംഘദോഷം സംഭവിച്ചില്ലല്ലോ. അതൊക്കെ അപൂർവം ചിലർ. ഗംഭീരന്മാരുണ്ട്, ഒരു പരിതസ്ഥിതിയിലും ബാധിക്കപ്പെടാത്തവർ. വ്യാസനെ പോലെയോ ശുഗമഹർഷിയെ പോലെയോ ഒക്കെ ഉള്ളവർ. കുരുവംശത്തിന് അനന്തരാവകാശികളില്ല എന്ന് കണ്ട് അമ്മ മകനായ വേദവ്യാസനെ വിളിച്ചു. ആരാണ്? സത്യവതി. സത്യവതി വ്യാസമഹർഷിയെ വിളിച്ചു വരുത്തി, സ്മരിച്ചപ്പോ തന്നെ മകൻ പ്രത്യക്ഷപ്പെട്ടു. മോനെ, നമ്മുടെ കുരുവംശത്തിന് അല്ലെങ്കിൽ ഹസ്തിനപുരത്തിന് അടുത്ത ഒരു അവകാശിയില്ല. അതുകൊണ്ട് നീ അമ്പ പോയി അംബികയിലും അംബാലികയിലും പുത്രോത്പാദനം നടത്തണം
എന്ന് പറഞ്ഞു. വ്യാസമഹർഷി എതിർത്തൊന്നും പറഞ്ഞില്ല. അമ്മയാണ് പറയുന്നത്. അമ്മയ്ക്കറിയില്ലേ മകന്റെ ശ്രേഷ്ഠത, മഹർഷിയാണ് മകൻ എന്നുള്ള കാര്യം അറിയില്ലേ? പിന്നെ എന്തിന് സന്താനോത്പാദനം നടത്താൻ പറഞ്ഞു? വേറെ വഴിയില്ല, ആ സമയത്ത് അത് അത്യാവശ്യമായിരുന്നു. വ്യാസമഹർഷി അതിന് തയ്യാറാവുകയും ചെയ്തു. അതുകൊണ്ട് വ്യാസന്റെ മഹത്വത്തിന് എന്തെങ്കിലും കളങ്കം ഏർപ്പെട്ടുവോ? ഇല്ല. അതൊരു ആവശ്യമാണ്. അതൊരു ശാരീരിക പ്രക്രിയ മാത്രം. മനസ്സപ്പോഴും ബ്രഹ്മത്തിൽ. മനത്തകത്തഴുക്കറാതെ മൗനജ്ഞാന യോഗികൾ വനത്തകത്തിരിപ്പിനും മനത്തകത്തഴുക്കറാർ. മനത്തകത്തഴുക്കറുത്ത മൗനജ്ഞാന യോഗികൾ മുലൈത്തടത്തിരിപ്പിനും പിറപ്പറുത്തിരിപ്പരെ. ബുദ്ധൻ പാടിയതാണ്. ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, കൃത്യമായിട്ട് പേര് ഓർമ്മ വരുന്നില്ല. എന്താണ്? മനസ്സിലെ മാലിന്യം നീങ്ങിയവനുണ്ടല്ലോ, ഗ്രന്ഥിച്ഛേദം സംഭവിച്ചവൻ, അജ്ഞാനത്തെ വേരോടുകൂടെ അറുത്തു മാറ്റിയവൻ, അങ്ങനെയുള്ള ആളുകൾ ഒരു സ്ത്രീയോടൊപ്പം കഴിഞ്ഞാലും ഒരു സ്ത്രീ ശരീരവും ഇവരുടെ ശരീരവും തമ്മിൽ ആലിംഗനബദ്ധങ്ങളായിരുന്നാലും അവരുടെ ഉള്ളിൽ കളങ്കമേശുന്നില്ല. എന്നാൽ മനസ്സിലെ മാലിന്യം നീങ്ങാത്ത ഒരാൾ കാട്ടിനകത്ത് കുടീരം കെട്ടി വാണാലും അവന്റെ ഉള്ളിലെ മാലിന്യം നീങ്ങുകയില്ല. എന്താ ഇതിന് കാരണം? ശരീരം എങ്ങനെ ഏത് പരിതസ്ഥിതിയിൽ വർത്തിക്കുന്നു എന്നുള്ളതല്ല വിഷയം. മനസ്സ് ഒട്ടിപ്പോകുന്നുണ്ടോ? മനസ്സ് ബ്രഹ്മത്തിൽ നിന്ന് താഴോട്ടിറങ്ങി വിഷയങ്ങളിൽ സംഘബദ്ധമായി വിഷയസുഖം അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിച്ചാൽ ഒരു പ്രയോജനവുമില്ല. അപ്പൊ ഈ ജ്ഞാനത്തിന്റെ ഉറപ്പാണ് ഒരാൾക്ക് നിസ്സംഗത കൊണ്ട് ലഭിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചിലര് വളരെ കരുതലോടുകൂടെ തന്നെ ഇരിക്കും. ഈ വിഷയങ്ങളും വിഷയികളുമായിട്ടൊന്നും ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് ഒതുങ്ങി കഴിയുന്നവരുണ്ട്. നിസ്സംഗൻ സുഖം അനുഭവിക്കുന്നു. അതുകൊണ്ട് സുഖേച്ഛയുള്ളവൻ പ്രാകൃത ജനസംസർഗം എപ്പോഴും ഉപേക്ഷിക്കേണ്ടതാകും. കാരണം ഈ ആൾക്കാർ വന്ന് അവരുടെ പ്രശ്നങ്ങൾ പറയും, അവരുടെ പ്രശ്നത്തിന് പരിഹാരം ചോദിക്കും, അതും ഇതുമൊക്കെ കൊണ്ട് മുമ്പിൽ വെക്കും. ഇത് കഴിക്കണം അത് കഴിക്കണം എന്ന് പറയും. അവസാനം അവരുടെ താളത്തിനൊത്തൊക്കെ തുള്ളേണ്ടതായിട്ട് വരും. എന്തിനീ പൊല്ലാപ്പ്? ആദ്യമേ തന്നെ അവരിൽ നിന്നും ഒരു നിശ്ചിത സാമൂഹ്യ അകലം അങ്ങ് വലിച്ചേക്കാം. ശല്യമില്ല, ആരും നമ്മുടെ അടുത്ത് വരില്ല. അങ്ങനെ നമുക്ക് സുരക്ഷിതരായി കഴിയാം എന്ന് ചിലർ വിചാരിക്കുന്നു. നീ ഇതിന്റെ സാരം വായിക്കാം. ലോകത്തിലെ സാധാരണ ജനങ്ങളോടുള്ള സംഘം ജ്ഞാനികൾക്ക് പൊതുവെ ആപത്കരമാണ് എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനനിഷ്ഠ പൂർണ്ണമായി ഉറയ്ക്കുന്നത് വരെ മനുഷ്യ മനസ്സ് പതറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സംഘം വരാതെ അവർ ജാഗ്രതയോടുകൂടി ഇരിക്കുന്നു. എങ്ങനെയെങ്കിലും ഈ ലോകവുമായി ബന്ധപ്പെടാൻ ഇടവരും. അതിനാൽ നിസ്സംഗ ജീവിതം തന്നെയാണ് സുഖം. അത് ജ്ഞാനികൾക്കറിയാം. അതുകൊണ്ടാണ് അവർ ജനസമ്പർക്കത്തെ ഉപേക്ഷിക്കുന്നത്. നാശമില്ലാത്ത ബ്രഹ്മസുഖത്തെ ആഗ്രഹിക്കുന്നവൻ സംഘത്തെ ഉപേക്ഷിക്കണം എന്ന ശാസ്ത്രത്തെ വേണ്ട പോലെ അറിഞ്ഞവരാണ് ജ്ഞാനികൾ. അതിനാൽ അവർ ജനസമ്പർക്കം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിഷ്ക്രിയന്മാരായിരിക്കുന്നുവെങ്കിൽ അത് അത്ഭുതമല്ല. അത് ക്ഷയരോഗം കൊണ്ടോ ഔദാസീന്യം കൊണ്ടോ ഒട്ടല്ല താനും. ഉദാസീനത കൊണ്ടല്ല അവര് കർമ്മം ചെയ്യാതിരിക്കുന്നത്, സംഘത്തെ ഭയന്നിട്ടാണ്. അതുപോലെ ക്ഷയരോഗം അവരുടെ ശരീരത്തെ ബാധിച്ചതുകൊണ്ടും അല്ല. അടുത്ത പദ്യം വായിക്കാം. അജ്ഞാത്വാ ശാസ്ത്രഹൃദയം മൂഢോ ഭക്ത്യന്യഥാന്യഥാ മൂർഖാണാം നിശ്ചയസ്ത്വാസ്തു മൂർഖാണാം നിശ്ചയസ്ത്വാസ്താം അസ്മത് സിദ്ധാന്ത ഉച്യതേ. നിശ്ചയ എന്നുള്ളതിന് നിർണയ എന്നുള്ള ഒരു പാഠഭേദവുമുണ്ട്. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. മൂഢ ശാസ്ത്രഹൃദയം അജ്ഞാത്വ അന്യഥാ വക്തി. മൂഢൻ, അജ്ഞാനി ഉണ്ടല്ലോ, അവൻ ശാസ്ത്രത്തിന്റെ താത്പര്യത്തെ, ശാസ്ത്രവാക്യങ്ങളുടെ സൂക്ഷ്മാർത്ഥത്തെ അറിയാതെ മാറി മാറി ഓരോന്ന് പറയും. കാരണം അയാൾക്ക് കാര്യം പിടികിട്ടിയിട്ടില്ല. മൂർഖാണാം നിർണയഹാ തു ആസ്താം. ആ മണ്ടന്മാരുടെ നിശ്ചയം അവിടെ ഇരിക്കട്ടെ. അസ്മത് സിദ്ധാന്ത ഉച്യതേ.
ഞങ്ങളുടെ നിശ്ചിതാഭിപ്രായം അല്ലെങ്കിൽ ഞങ്ങളുടെ സിദ്ധാന്തം ഞങ്ങൾ പറയാം. വേദാന്തിക്ക് എന്താ പറയാനുള്ളത്? അത് കേട്ടാ പോരെ? മറ്റുള്ളവർ എന്തൊക്കെ വിഡ്ഢിത്തം പറഞ്ഞാലും അതൊന്നും നമ്മൾ കേൾക്കേണ്ട കാര്യം ഇല്ല. അന്തസ്സംഗമില്ലാത്ത ജ്ഞാനികൾക്ക് ബാഹ്യജന സംസർഗത്താൽ എന്ത് ദോഷമാണ് ഉണ്ടാകാനുള്ളത്? അതായത് ഉള്ളിൽ സംഘമില്ലല്ലോ, ജ്ഞാനികളുടെ ഉള്ളിൽ സംഘമില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ബാഹ്യജനങ്ങൾ അല്ലെങ്കിൽ പുറമേയുള്ള ഈ ലൗകികന്മാരുമായിട്ട് സമ്പർക്കപ്പെട്ടാൽ എന്ത് ദോഷമാണ് ഉണ്ടാവാൻ പോവുക എന്നാണ് ചോദ്യമെങ്കിൽ, ശാസ്ത്ര സിദ്ധാന്തം അറിയാത്ത മൂഢജനം ഓരോന്ന് പറയും. മൂഢന്മാർ ഓരോന്ന് പറയും. ഓ, ഞാനിക്ക് എങ്ങനെ വേണമെങ്കിലും കഴിയാറുണ്ട്, അയാൾക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, അയാളുടെ മനസ്സ് നിസ്സംഗമല്ലേ? നിങ്ങളൊന്ന് നിസ്സംഗരായിരുന്നു നോക്കൂ, കാണട്ടെ. മായ എപ്പോഴും നമ്മെ പിടിക്കാൻ കച്ചകെട്ടിയിരിക്കുകയാണ്. അപ്പൊ ആ മായയുടെ ബന്ധനത്തിൽ അകപ്പെടാതെ ജാഗ്രതയോടുകൂടെ തന്നെ ഇരിക്കണം. മണ്ടന്മാര് പലതും പറയും. ഓ, നിസ്സംഗത അവർക്ക് ഉള്ളിലുണ്ടല്ലോ, പിന്നെ ഈ ജനങ്ങളുമായിട്ടൊക്കെ വ്യവഹാരത്തിൽ ഏർപ്പെട്ടാൽ എന്താ? അതൊക്കെ മൂഢന്മാരുടെ ഓരോ യുക്തിയാണ്. അവരുടെ അഭിപ്രായ ഭേദങ്ങൾ അങ്ങനെ ഇരുന്നു കൊള്ളട്ടെ. വേദാന്തികളായ ഞങ്ങളുടെ നിശ്ചിതാഭിപ്രായം എന്താണെന്ന് പറയാം. വേദാന്ത ശാസ്ത്ര സിദ്ധാന്തം പറയാം. അതാണല്ലോ നമ്മുടെ പ്രകൃതി വിചാരം. നമുക്ക് ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യാൻ ഉള്ളത് വേദാന്ത മതമാണ്, വേദാന്തികളുടെ സിദ്ധാന്തമാണ്. അതുകൊണ്ട് നമ്മൾ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി. ചിത്തത്തിൽ രാഗാദി വികാരങ്ങളില്ലാത്ത പരിശുദ്ധന്മാരായ ജ്ഞാനികൾ എന്തെങ്കിലും ചിലത് ചേഷ്ടിച്ചാൽ അതിലെന്ത് സംഘമാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നാണെങ്കിൽ, ശാസ്ത്രത്തിന്റെ നിഷ്കൃഷ്ടാഭിപ്രായത്തെ അറിയാതെ എന്തെങ്കിലും ചിലത് പറയുന്നു എന്നേ അതിനർത്ഥമുള്ളൂ. ശാസ്ത്രഹൃദയത്തെ ശരിക്കറിയാതെയുള്ളതാണ് മൂർഖന്മാരുടെ നിശ്ചയം. അതെന്തെങ്കിലും ആവട്ടെ, ഞാനിവിടെ ശാസ്ത്ര സിദ്ധാന്തത്തെ പറയാം എന്ന് പറഞ്ഞ് ശാസ്ത്രത്തെ, ഉപനിഷത്തിന്റെ പ്രഖ്യാപനത്തെ അല്ലെങ്കിൽ തീരുമാനത്തെയാണ് വിദ്യാരണ്യസ്വാമികൾ പറയാൻ പോകുന്നത്. വൈരാഗ്യബോധോ പരമാഹ സഹായാസ്തേ പരസ്പരം പ്രായേണ സഹ വർത്തന്തേ വിയുജ്യന്തേ ക്വചിത് ക്വചിത്. ഇനിയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ഉള്ള കാര്യങ്ങൾ, വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. വൈരാഗ്യബോധോപരമാഹ സഹായാഹ തേ പരസ്പരം. തേ എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങൾ വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞിട്ടുള്ള വൈരാഗ്യം, ബോധം, ഉപരമം അല്ലെങ്കിൽ ഉപരതി, ഈ മൂന്നും പരസ്പരം സഹായാഹ, പരസ്പര പൂരകങ്ങളാണ്, അന്യോന്യം സഹായിക്കുന്നവയാണ്. ഏത് കാര്യത്തിൽ? സത്യത്തെ സാക്ഷാത്കരിക്കുന്ന കാര്യത്തിൽ. ഏതൊക്കെ? വൈരാഗ്യം, ബോധം, ഉപരതി അല്ലെങ്കിൽ ഉപരമം, അതുമല്ലെങ്കിൽ ഉപശമം. മനസ്സൊന്ന് അടങ്ങി കിട്ടണം. ആ ഉപശമം സംഭവിക്കുമ്പോഴാണ് ഉള്ളിലുള്ള ആത്മാനന്ദം തെളിയുന്നത്. അപ്പോൾ ഉപരതി എന്നുള്ളതിന് ആ വൈരാഗ്യം കൊണ്ടുണ്ടാകുന്ന സന്തോഷം എന്നും നമുക്ക് അർത്ഥം പറയാം. അപ്പൊ ഈ മൂന്നും, വിരക്തി, ബോധം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, മനസ്സിന്റെ ഉപശമം, ഇവ അന്യോന്യം സഹായകങ്ങളാണ്. പ്രായേണ സഹവർത്തന്തെ, മിക്കവാറും ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്നവയാണ് ഈ മൂന്ന് ഗുണങ്ങൾ. ഏതെല്ലാം? വൈരാഗ്യം, അറിവ്, ഉപശമം. ക്വചിത് ക്വചിത് വിയുജ്യന്തേ, ചിലയിടത്ത് വേർതിരിഞ്ഞും ഇരിക്കും, വേറിട്ടതായും കാണപ്പെടും. പലപ്പോഴും ഈ മൂന്നും ഒരേ വ്യക്തിയിൽ സമ്മേളിക്കുകയാണ് പതിവ്. വേദാന്ത സിദ്ധാന്തം എന്താണെന്ന് കാണിക്കും. വിഷയങ്ങളിൽ വിരക്തി, ആത്മജ്ഞാനം, ശാന്തി എന്ന് പ്രസിദ്ധങ്ങളായ മൂന്നും അന്യോന്യം സഹായിക്കുന്നവയാണ്. പ്രായേണ എന്ന് പറഞ്ഞാൽ മിക്കവാറും അവ ഒരുമിച്ച് തന്നെ വസിക്കും. ദുർലഭം ചില സ്ഥാനങ്ങളിൽ ഒന്ന് മറ്റൊന്നിനോട് ചേരാതെയും കാണപ്പെടും. അത് വളരെ അപൂർവമാണ്, വിരളമാണ്. ശുഗൻ, വാമദേവൻ മുതലായവരെ പോലെ പ്രതിബന്ധകമായ കർമ്മങ്ങൾ ഇല്ലാത്തവരിൽ മൂന്നും ചേർന്നിരിക്കും. പ്രതിബന്ധ കർമ്മങ്ങളുള്ള ചിലരിൽ എന്ന് പറഞ്ഞാൽ ചില പൂർവകർമ്മങ്ങൾ നമ്മുടെ ഈ ജ്ഞാനപ്രാപ്തിക്ക്
വിഘ്നം ഉണ്ടാക്കിക്കൊണ്ടേ, തടസ്സം സൃഷ്ടിച്ചുകൊണ്ടേ. അങ്ങനെ വരുന്ന അതാണ് പ്രതിബന്ധ കർമ്മങ്ങൾ ഉള്ള ചിലർ എന്ന് പറഞ്ഞത്. അവരിൽ വ്യവഹാരവൃത്തി ഉള്ളത് കൊണ്ട് മൂന്നും ഒരുപോലെ ഉണ്ടായില്ല എന്ന് വരാം. ഈ മൂന്ന് ഗുണങ്ങളും അങ്ങനെയുള്ളവരിൽ ഒരുമിച്ച് ചേർന്ന് കാണപ്പെടുകയില്ല. പക്ഷേ മഹാത്മാക്കളിൽ ഈ മൂന്ന് സ്വഭാവങ്ങളും ഒരുമിച്ച് ചേർന്നിരിക്കുന്നതായി കാണപ്പെടുന്നുണ്ട്. സാരം വായിക്കാം. വൈരാഗ്യം, ജ്ഞാനം, ഉപശമം ഇവ മൂന്നും പ്രായേണ ഒന്നിച്ചു കൂടിച്ചേർന്ന് ജ്ഞാനികളിൽ അന്യോന്യ സഹായകങ്ങളായിട്ടിരിക്കും. ചിലപ്പോൾ ചിലരിൽ ചിലത് വേർതിരിഞ്ഞിരിക്കുന്നതും കാണാം. അങ്ങനെ വരുന്നത് ചുരുക്കമാണ്. എങ്കിലും ചുരുക്കമായിട്ടെങ്കിലും അങ്ങനെയും കാണാം. വിരുദ്ധങ്ങളായ പ്രാരബ്ധങ്ങൾ ഉള്ളത് കൊണ്ടാണ് ചിലരിൽ അവ വേർതിരിഞ്ഞു നിൽക്കാൻ കാരണം. അതുകൊണ്ടും അവർ ജ്ഞാനികളല്ല എന്ന് വരുന്നില്ല. ഇങ്ങനെ ഒറ്റതിരിഞ്ഞ് ഈ ഗുണങ്ങൾ കാണപ്പെട്ടാലും അവർ ജ്ഞാനികളല്ല എന്നർത്ഥമില്ല. ജ്ഞാനികൾക്കും പ്രാരബ്ധം ഒരുപോലെയായി കൊള്ളണം എന്നില്ലല്ലോ. ഈ ഓരോരുത്തരുടെ പ്രാരബ്ധം ഓരോ തരത്തിലാണ്. ചിലത് 6-7 വയസ്സിലൊക്കെ വീട് വിട്ടിറങ്ങും. ചിലത് 60-70 ആയാലും വീട്ടിൽ തന്നെ കടിച്ചു തൂങ്ങിക്കിടക്കും, പോവില്ല. വീട് വിട്ടിറങ്ങിയത് കൊണ്ടായോ? ആയിട്ടില്ല, സമ്മതിച്ചു. പക്ഷെ എത്ര പേര് വീട് വിട്ടിറങ്ങാൻ തയ്യാറുണ്ട്? എത്ര പേർക്ക് വീടിനോടുള്ള സംഘത്തെ ഉപേക്ഷിക്കാൻ കഴിയുന്നുണ്ട്? ആലോചിക്കേണ്ട കാര്യമല്ലേ? ചിലര് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിരിക്കും. ബാലകൃഷ്ണൻ നായർ സാറ് സംസ്കൃത കോളേജിലും അതുപോലെ പാലക്കാട് വിക്ടോറിയ കോളേജിലും യൂണിവേഴ്സിറ്റി കോളേജിലും ഒക്കെ അധ്യാപകനായിരുന്നു. രമണ മഹർഷിയെ പോലെയുള്ളവര് സ്കൂളിലേ പോയിട്ടില്ല. പോയിട്ടുണ്ടെങ്കിൽ തന്നെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അവിടുന്നൊക്കെ കെട്ടുകെട്ടിപ്പോയവരാണ്. ഇനി ചിലര് ബീഡി തെറുത്തും കഴിഞ്ഞിട്ടുണ്ട്. നിസർഗദത്ത മഹാരാജ് ബീഡി തെറുപ്പായിരുന്നു ജോലി. ബീഡി തെറുത്താൽ ജ്ഞാനം വരുമോ? ബീഡി തെറുത്തുകൊണ്ടിരിക്കുമ്പോഴും ജ്ഞാനം പ്രകാശിക്കാം. പക്ഷേ ബീഡി തെറുക്കുന്നവരെല്ലാം ജ്ഞാനികളല്ല. അതും കൂടെ മനസ്സിലാകും. അപ്പൊ ഓരോരുത്തരുടെ കർമ്മം, പ്രാരബ്ധം ഓരോ രീതിയിലാണ്. അതുകൊണ്ട് എല്ലാവരിലും ഈ മൂന്ന് ഗുണങ്ങളും ചേർന്ന് കാണപ്പെടുന്നു എന്ന് വരില്ല. അടുത്ത പദ്യം വായിക്കാം. ഹേതുസ്വരൂപകാര്യാണി ഭിന്നാന്യേഷാമസങ്കരഃ യഥാവദവഗന്തവ്യഃ ശാസ്ത്രാർത്ഥം പ്രവിവിച്യത. ഹേതു സ്വരൂപ കാര്യാണി ഭിന്നാനി. ഹേതു എന്ന് പറഞ്ഞാൽ കാരണം, സ്വരൂപം എന്ന് പറഞ്ഞാൽ സ്വഭാവം, ഒന്നിന്റെ നേച്ചർ. കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് ഉണ്ടാവുന്നത്, ഉത്പന്നം എന്നർത്ഥം. ഈ മൂന്നും വേറെ വേറെയാണ്. ശാസ്ത്രാർത്ഥം പ്രവിവിച്യത യേഷാം അസങ്കരഃ യഥാവത് അവഗന്തവ്യഃ. ശാസ്ത്രത്തെ നല്ലതുപോലെ വേർതിരിച്ചറിയുന്ന ഒരുവനാൽ യേഷാം അസങ്കരഃ ഇവയുടെ കൂട്ടുകെട്ടില്ലായ്മ. സങ്കരം എന്ന് പറഞ്ഞാൽ ചേർച്ച, ചേർന്ന് നിൽക്കുന്ന അവസ്ഥ. അസങ്കരഃ എന്ന് പറഞ്ഞാൽ ചേരാതെ നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അറിവ്, വൈരാഗ്യം, ഉപശമം. ഇത് മൂന്നും ചിലരിൽ ചേർന്ന് നിൽക്കില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോ അവയുടെ ആ കൂട്ടുകെട്ടില്ലായ്മ ശരിക്കും അറിയപ്പെടേണ്ടതാണ്. എന്താ അറിയപ്പെടേണ്ടത്? ചില പ്രാരബ്ധകർമ്മങ്ങൾ കാരണമായിട്ട് ഈ മൂന്ന് സ്വഭാവ ഗുണങ്ങളും ഒരേ വ്യക്തിയിൽ ചിലപ്പോൾ കണ്ടു എന്ന് വരില്ല. സാധാരണ ഇത് മൂന്നും ചേർന്നാണ് കാണപ്പെടുന്നത്. വൈരാഗ്യാദി മൂന്നും എന്ന് പറഞ്ഞാൽ വൈരാഗ്യം, അറിവ്, ഉപശമം, ഇത് മൂന്നും ഒരുമിച്ച് വസിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അവയ്ക്ക് അന്യോന്യം ഭേദമില്ലെന്ന് ശങ്കിക്കരുത്. ഇത് മൂന്നും വാസ്തവത്തിൽ മൂന്നാണ്, ഒന്നല്ല. പക്ഷേ ഇത് മൂന്നും സാധാരണ ഒരുമിച്ചാണ് കാണപ്പെടുക. ഓരോന്നിൻ്റെയും കാരണം, കാര്യം, സ്വരൂപം എന്നിവ ഭിന്നങ്ങളാണ്. എന്ന് പറഞ്ഞാൽ എന്താ? വിരക്തിയുടെ കാരണം, സ്വരൂപം, വിരക്തിയിൽ നിന്ന് കിട്ടുന്ന മഹത്വം അല്ലെങ്കിൽ ആ വിരക്തിയുടെ ഉത്പന്നം, അത് വേറെയാണ്. അതുപോലെ തന്നെ ജ്ഞാനത്തിനും കാരണമുണ്ട്, സ്വരൂപമുണ്ട്, ജ്ഞാനത്തിന്റെ ഫലമുണ്ട്. അതുപോലെ ഉപശമത്തിനും കാരണമുണ്ട്, സ്വരൂപമുണ്ട്, ഉപശമത്തിന്റെ ഫലവുമുണ്ട്. ഇങ്ങനെ ഈ മൂന്ന് കൂട്ടങ്ങൾക്കും ഭേദം
തീർച്ചയായിട്ടും ഉണ്ട്. ഭേദമില്ല എന്ന് വിചാരിക്കരുത്. ഓരോന്നിൻ്റെയും കാരണം, സ്വരൂപം, കാര്യം എന്നിവ ഭിന്നങ്ങളാണ്. അവയുടെ കൂട്ടുകെട്ടില്ലായ്മയെ ശാസ്ത്രാർത്ഥ പരിശോധന ചെയ്യുന്ന പുരുഷനാൽ നന്നായി ധരിക്കപ്പെടേണ്ടതാകുന്നു. ശാസ്ത്രങ്ങളെ പഠിക്കുന്ന ഒരാൾ, ശാസ്ത്രാധ്യയനം നടത്തുന്ന ഒരാൾ ഈ 3 ഗുണങ്ങളെയും നല്ലതുപോലെ വിവേചിച്ചറിയണം. കാരണം 3ഉം വിഭിന്നങ്ങളാണ്, 3 ഒന്നാണ് എന്ന് കരുതരുത്. വൈരാഗ്യം, ജ്ഞാനം, അതല്ല, ഇത് നമ്മൾ വായിച്ചതാണ്. മുൻപറയപ്പെട്ട വൈരാഗ്യം, ജ്ഞാനം, ഉപശമം എന്നിവ 3ഉം ഭിന്നങ്ങളായ കാരണം, സ്വരൂപം, കാര്യം എന്നിവയോട് കൂടിയവയാണ്. അതിനാൽ അവ ഒന്നിച്ചു കൂടിച്ചേർന്ന് നിൽക്കും എന്ന് പറഞ്ഞെങ്കിലും അവ ഒന്നല്ല, 3 തന്നെയാണ് എന്ന് ധരിക്കണം. ഇവ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് 3 ഒന്നാവാനേ പറ്റൂ എന്ന് വിചാരിക്കരുത്. അവയ്ക്ക് തമ്മിൽ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്, ഭേദമുണ്ട്. ശാസ്ത്രാർത്ഥ പരിശോധന ചെയ്യുമ്പോൾ അവയുടെ സ്വരൂപങ്ങളെ പ്രത്യേകം നിരൂപിച്ചറിയുകയും വേണം. എങ്കിലേ തിരിച്ചറിയാൻ സാധിക്കൂ. ഇത് 3ഉം ഭിന്നങ്ങളാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ 3ൻ്റെയും സ്വരൂപത്തെ വിവേചിച്ചറിയണം. അപ്പൊ കൂലങ്കഷമായി ഈ ശാസ്ത്രങ്ങളെ പഠിച്ചാൽ മാത്രമേ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അടുത്ത പദ്യം വായിക്കാം. ദോഷദൃഷ്ടിർ ജിഹാസാച പുനർഭോഗേഷ്വദീനത അസാധാരണ ഹേത്വാദ്യാഹ വൈരാഗ്യസ്യ ത്രയോപ്യമീ. ആദ്യമായി ആ വിരക്തി അല്ലെങ്കിൽ വൈരാഗ്യം, ആ വൈരാഗ്യത്തെ കുറിച്ചാണ് പറയുന്നത്. ദോഷദൃഷ്ടി ജിഹാസാച പുനഃ ഭോഗേഷു അധീനത അമീത്രയഃ വൈരാഗ്യസ്യ അസാധാരണ ഹേത്വാദ്യാഹ എന്ന് പറഞ്ഞാൽ എന്താ? വിഷയേഷു ദോഷദർശനം. വിഷയങ്ങൾ ദോഷങ്ങളോടുകൂടിയവയാണ്. ഈ കാര്യം ഉറയ്ക്കാതെ എങ്ങനെ വിരക്തനാകാൻ കഴിയും? വിരക്തി എങ്ങനെ ഉദിക്കും? വിഷയങ്ങൾ ദോഷകരങ്ങളാണ്, നമ്മെ ആപത്തുകളിൽ ചാടിക്കുന്നവയാണ് വിഷയങ്ങൾ എന്ന് മനസ്സിലാകണം. അപ്പൊ അവയിൽ ഒരു ദോഷ ബുദ്ധി ഉണ്ടാവണം. അങ്ങനെ ദോഷം വിഷയങ്ങളിൽ കണ്ടാൽ മാത്രമേ ജിഹാസ ഉണ്ടാവൂ. ജിഹാസ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാനുള്ള ആഗ്രഹം. ഹാതും ഇച്ഛ ജിഹാസ. ജഹാദി എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, ഉപേക്ഷിക്കാനുള്ള ആഗ്രഹം. ഒന്നിനെ നമ്മൾ എപ്പോഴാ ഉപേക്ഷിക്കുക? അത് ദോഷമാണ്, തനിക്ക് ഹാനി ഉണ്ടാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനെ നമ്മൾ ഉപേക്ഷിക്കും. ഒരു ചെയിൻ സ്മോക്കർ, ഒരു ദിവസം 24ഉം 30ഉം സിഗരറ്റ് വലിക്കുന്ന ഒരാൾ പെട്ടെന്ന് അല്ലെങ്കിൽ കുറച്ചു കാലം കൊണ്ട് ആ പുകവലി ശീലത്തിൽ നിന്ന് മുക്തനാകുന്നു. എന്താ കാരണം? ഈ പുകവലിക്കുന്നത് കൊണ്ട് തൻ്റെ ശ്വാസകോശങ്ങളും ഹൃദയവും വൃക്കയും എല്ലാം തകരാറിലാകും. ക്യാൻസർ വരെ തനിക്ക് സംഭവിക്കാം, ക്യാൻസർ രോഗം വരെ തൻ്റെ ശരീരത്തിൽ ഉണ്ടാവാം എന്ന് ആ പുകവലിയുടെ അല്ലെങ്കിൽ ആ പുകയിലയുടെ ദോഷത്തെ നല്ലതുപോലെ മനസ്സിലാക്കുമ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ട് കൂടാതെ ആ പുകവലിയെ ഉപേക്ഷിക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെയാണ് വിഷയങ്ങളെ പരിത്യജിക്കുന്ന കാര്യത്തിലും. വിഷയങ്ങൾ ദോഷം ഉള്ളവയാണ് എന്ന് കാണണം, എന്നാലേ നമുക്കതിനെ ഉപേക്ഷിക്കാൻ തോന്നുകയുള്ളൂ. പുനഃ ഭോഗേഷു അധീനത. ഈ ദോഷദൃഷ്ടിയും ഉപേക്ഷിക്കണം എന്നുള്ള ചിന്ത അല്ലെങ്കിൽ വിരക്തിയും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭോഗങ്ങളിൽ ദൈന്യമില്ലായ്മ സംഭവിക്കും. ഭോഗങ്ങളിൽ ദൈന്യമില്ലായ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ അവശരായി ഈ സുഖം അനുഭവിക്കാൻ നിർബന്ധിതരാകും. വേണ്ട വേണ്ട എന്ന് മനസ്സിന്റെ ഒരു അംശം പറയുമ്പോഴും ഒന്ന് അനുഭവിച്ചിട്ട് വാടാ, ഇന്ന് ഒരു ദിവസത്തേക്ക് കൂടെ. ഇങ്ങനെയാണല്ലോ ഈ കുടിയന്മാര്. ഓരോ ദിവസവും നാളെ രാവിലെ മുതൽ ഞാൻ കുടിക്കില്ല, രാവിലെ ആകുമ്പോൾ ഒരല്പം കഴിച്ചിട്ട് വരാം, പിന്നെ ഇന്ന് കുടിക്കുകയില്ല എന്ന് തീരുമാനിക്കും. അവൻ ഉച്ചയ്ക്കും പോവും, വൈകുന്നേരവും പോവും, രാത്രിയും പോവും. അപ്പൊ അങ്ങനെ നമ്മൾ വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ ഭോഗങ്ങൾക്ക് അടിമയായി പോകുന്നു. അങ്ങനെ നമ്മുടെ അവസ്ഥ ദയനീയമായി തീരുന്നു. അങ്ങനെ ഒരവസ്ഥ വരാതെ നോക്കണം. ആ ഭോഗങ്ങളിൽ അധീനത, ദൈന്യഭാവം ഉണ്ടാവരുത്. അമീത്രയ, ഈ 3ഉം
വൈരാഗ്യസ്യ വൈരാഗ്യത്തിന്റെ അസാധാരണ ഹേത്വാദ്യാഹ അസാധാരണ കാരണങ്ങളാകുന്നു. വിഷയഭോഗ സാധനങ്ങളിലും ജന്മജരാ മരണാദികളിലും ദോഷദർശനം വൈരാഗ്യത്തിന്റെ ഹേതു അല്ലെങ്കിൽ കാരണം. എങ്ങനെയാ ഒരാൾ വിരക്തനാവുന്നത്? ഒരു ദിവസം ഉണർന്നു വരുമ്പോ രാവിലെ എണീക്കുമ്പോ വിരക്തനായി എന്ന് അങ്ങനെ സംഭവിക്കില്ല. ചിരകാലം ഈ വിഷയങ്ങളുടെ നശ്വരതയും ജീവിതത്തിന്റെ നിരർത്ഥകതയും ഇഹലോക പരലോക ജീവിതങ്ങളിൽ ഒരു മടുപ്പും മുഷിപ്പും ഇങ്ങനെ വീണ്ടും വീണ്ടും ജനിച്ചു മരിക്കുന്ന കാര്യത്തിൽ മതി എന്നുള്ള ഒരു തോന്നലും ഒക്കെ കൊണ്ടാണ് ദോഷദർശനം സാധിക്കുന്നത്. ഈ ദോഷദർശനമാണ് വൈരാഗ്യത്തിന്റെ കാരണം. ആ സാധനങ്ങളെ ഉപേക്ഷിപ്പാനുള്ള ഇച്ഛ വൈരാഗ്യ സ്വരൂപം. അങ്ങനെ ദോഷദർശനം സംഭവിച്ചു കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. അതാണ് വൈരാഗ്യം. ഇനി വന്നു ചേർന്നാലും വീണ്ടും ഭോഗേച്ഛ ഇല്ലാതാകുന്നത് വൈരാഗ്യ ഫലം. നമ്മൾ 3 കാര്യങ്ങളാണ് പറയുന്നത്: ഹേതു, സ്വരൂപം, ഫലം. ഹേതു എന്താണ്? വൈരാഗ്യത്തിന്റെ വിഷയസുഖങ്ങളിലും ജന്മജരാമരണങ്ങളിലും ദോഷം കാണുക. ആ ദോഷദർശനമാണ് വൈരാഗ്യത്തെ ഉണ്ടാക്കുന്നത്. ആ സാധനങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയുന്നത് വൈരാഗ്യത്തിന്റെ സ്വരൂപം. ഈ വേണ്ടാന്ന് വെച്ച സാധനങ്ങളൊക്കെ തന്നെ സമീപിച്ചാലും വീണ്ടും അത് അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം ഇല്ലാതിരിക്കുന്നത് വൈരാഗ്യത്തിന്റെ ഫലം. ഇങ്ങനെ ഇവ 3 വൈരാഗ്യത്തിന്റെ അസാധാരണ ഹേതു മുതലായവയാകും. അസാധാരണമായ ഹേതു, സ്വഭാവം, ഫലം, ഇങ്ങനെ 3. ഇപ്പൊ ഏതിന്റെയാണ് നമ്മൾ പറഞ്ഞത്? വൈരാഗ്യത്തിന്റെയാണ് പറഞ്ഞത്. ഇനി ഇതിന്റെ സാരം വായിക്കാം. വൈരാഗ്യത്തിന്റെ ഹേതു, സ്വരൂപ, ഫലങ്ങളെ പറയുന്നു ഈ ശ്ലോകത്തിൽ. കാരണം, സ്വരൂപം, ഫലം. വിഷയങ്ങളിലും ജനനമരണാദികളിലും ദോഷം കാണാൻ തുടങ്ങുന്നതാണ് വൈരാഗ്യത്തിന് കാരണം. ഇനി പ്രപഞ്ചാനുഭവങ്ങളിലും ജന്മാദികളിലും ഉണ്ടാവുന്ന ദോഷദൃഷ്ടിയിൽ നിന്നാണ് വൈരാഗ്യം ഉണ്ടാവുന്നത്. ഭോഗാനുഭവങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്നത് തന്നെ വൈരാഗ്യത്തിന്റെ സ്വരൂപം. അകറ്റിയാലും പിന്നെയും പിന്നെയും വന്നു ചേരുന്ന വിഷയങ്ങളിൽ അനുഭവിക്കാൻ ഇച്ഛയില്ലായ്മ വൈരാഗ്യത്തിന്റെ ഫലവുമാണ്. ഇങ്ങനെ ഓരോന്നിനും ഹേതു, സ്വരൂപം, ഫലം, ഈ 3 279 പദ്യം വായിക്കാം. ശ്രവണാദിത്രയം തദ്വദേ തത്വമിഥ്യാവിവേചനം പുനർഗ്രന്ഥേരനുദയഃ ബോധസ്യൈതേ ത്രയോ മതാഃ. വൈരാഗ്യത്തിന്റെ കാരണം, സ്വരൂപം, ഫലം, ഈ 3 പറഞ്ഞു. അടുത്തത് അറിവിന്റെ കാരണം, സ്വരൂപം, ഫലം. ഇതിനെ പറയാൻ തുടങ്ങുകയാണ്. എന്താണ്? ശ്രവണാദിത്രയം തദ്വത് തത്വമിഥ്യാവിവേചനം പുനഃ ഗ്രന്ഥേ അനുദയഃ ഏതേ ത്രയഃ ബോധസ്യ മതാഃ. ശ്രവണാദിത്രയം, ശ്രവണം മുതലായ 3. ഏതൊക്കെയാ? ശ്രവണം, മനനം, നിധിധ്യാസനം. ധ്യാനത്തെ എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ, നിധിധ്യാസനം പാകപ്പെട്ടാൽ അത് ധ്യാനത്തിൽ കലാശിച്ചോ. അതുകൊണ്ട് ആ ധ്യാനത്തെ പ്രത്യേകമായിട്ട് പറഞ്ഞില്ല. ആദ്യത്തെ 3 മാത്രമേ പറഞ്ഞുള്ളൂ. ശ്രവണം, മനനം, നിധിധ്യാസനം, ഈ 3 ജ്ഞാനത്തിന് കാരണം, ഹേതു. ഇതുണ്ടെങ്കിലേ ജ്ഞാനം കിട്ടൂ. അതാണല്ലോ കാരണം എന്നതുകൊണ്ട് പറയുന്നത്. ഇനി ജ്ഞാനത്തിന്റെ സ്വരൂപം എന്ത് എന്ന് ചോദിച്ചാൽ, തത്വമിഥ്യാവിവേചനം. തത്വത്തെയും മിഥ്യയെയും വേർതിരിച്ച് കാണാൻ കഴിയുക, അതാണ് ജ്ഞാനം. തത്വം എന്ന് പറഞ്ഞാൽ ഉള്ളത്, ബ്രഹ്മതത്വം, ബോധതത്വം. മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്, മായ. ഇത് രണ്ടിനെയും നല്ലപോലെ വേർതിരിച്ച് കാണാൻ കഴിയുന്നതാണ് ജ്ഞാനം. ഈ ജ്ഞാനത്തിന്റെ ഫലവും കൂടെ പറയണമല്ലോ. എന്താണ് ഇതുകൊണ്ടുള്ള ഫലം? പുനഃ ഗ്രന്ഥേ അനുദയഃ ബോധസ്യ മതാഃ. ഫലമാണ് ഇനി അവശേഷിക്കുന്ന കാര്യം, ജ്ഞാനത്തിന്റെ ഫലം. പിന്നെയും ഗ്രന്ഥി ഉദിക്കാതിരിക്കുക. ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ വാസന അല്ലെങ്കിൽ അജ്ഞാനം എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ അധ്യാരോപം എന്ന് നമുക്ക് പറയാം. ആ അധ്യാരോപം പിന്നെയും ഉണ്ടാകാതെ ഇരിക്കൽ, അതാണ് ജ്ഞാനത്തിന്റെ ഫലം. ജീവഭാവത്തെ വീണ്ടും നാം സത്യമാണ് എന്ന് കരുതുകയില്ല,
പ്രപഞ്ചം വാസ്തവമായ ഒന്നാണ് എന്നുള്ള ചിന്ത പിന്നെ ഉള്ളിലുണ്ടാവില്ല. അതാണ് ജ്ഞാനത്തിന്റെ ഫലം. ശ്രവണം, മനനം, നിധിധ്യാസനം എന്ന മൂന്നും ബോധഹേതുക്കൾ, അറിവിന്റെ കാരണങ്ങൾ. തത്വമായ കൂടസ്ഥ ചൈതന്യത്തെയും ദേഹം മുതൽ അഹങ്കാരം വരെയുള്ള മിഥ്യാവസ്തുക്കളെയും വേർതിരിച്ച് കാണുന്നത് ബോധസ്വരൂപം അല്ലെങ്കിൽ അറിവിന്റെ സ്വരൂപം. ഇനി ഫലമോ? പിന്നെ അഹങ്കാരത്തെ കൂടസ്ഥനിൽ ആരോപിക്കുക എന്നതായ ഗ്രന്ഥി ഉണ്ടാകാതിരിക്കുക എന്നത് ബോധഫലം അല്ലെങ്കിൽ അറിവിന്റെ ഫലം, പ്രയോജനം. ഇവ മൂന്നും ബോധത്തിന്റെ ഹേത്വാദികളാണെന്ന് ശാസ്ത്രം നിശ്ചയിച്ചിരിക്കുന്നു. ഇത് വിദ്യാരണ്യ സ്വാമികളുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് വിചാരിക്കരുത്, ശാസ്ത്രങ്ങളുടെ പ്രഖ്യാപനമാണ്. നേരത്തെ എന്തു പറഞ്ഞു? വിരക്തി, വൈരാഗ്യം. ആ വൈരാഗ്യത്തിന്റെ കാരണം, സ്വരൂപം, ഫലം. അതിനെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഇപ്പൊ വായിച്ച ശ്ലോകത്തില് അറിവിന്റെ കാരണം, സ്വരൂപം, ഫലം ഇവയാണ് വർണ്ണിച്ചത്. ഇതിന്റെ സാരം വായിക്കാം. ജ്ഞാനത്തിന്റെ ഹേതു സ്വരൂപ ഫലങ്ങളെ പറയുന്നു ഈ ശ്ലോകത്തിൽ. ശ്രവണ, മനന, നിധിധ്യാസങ്ങളാണ് ജ്ഞാനത്തിന്റെ ഹേതു. ആചാര്യമുഖത്തിൽ നിന്ന് തത്വസ്വരൂപത്തെ ഉള്ള പോലെ ശ്രവിക്കുകയും ശ്രവിച്ചതിനെ മനനം ചെയ്ത് ഉറപ്പിക്കുകയും അതിനെ നിധിധ്യാസം ചെയ്ത് സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ജ്ഞാനമുണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇവയെ ജ്ഞാനത്തിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ ഹേതുക്കൾ എന്ന് പറഞ്ഞത്. താനാകുന്ന ആത്മസ്വരൂപത്തെയും അഹങ്കാരാദി അനാത്മതത്വങ്ങളെയും വേർതിരിച്ച് കാണുന്നത് ജ്ഞാനത്തിന്റെ സ്വരൂപമാണ്. ആ വിവേചനം അല്ലെങ്കിൽ വിവേകം, അതാണ് ജ്ഞാനത്തിന്റെ സ്വരൂപം. വിവേകം കൊണ്ട് ഉണ്ടാവുന്നതല്ലേ ജ്ഞാനം? അങ്ങനെയും പറയാം. ജ്ഞാനം കൊണ്ട് വിവേകവും അതുപോലെ വിവേകം കൊണ്ട് ജ്ഞാനവും, ഇത് രണ്ടും കൈകോർത്ത് പിടിച്ചു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോ ആത്മാനാത്മ തത്വങ്ങളെ വേർതിരിച്ച് കാണുന്നത് ജ്ഞാനത്തിന്റെ സ്വരൂപമാണ്. വീണ്ടും ചിതാത്മാവിൽ അഹങ്കാരത്തെ ആരോപിക്കലാകുന്ന ഗ്രന്ഥിബന്ധം ഉണ്ടാവാതിരിക്കുന്നത് ജ്ഞാനത്തിന്റെ ഫലവുമാണ്. വീണ്ടും തന്നെ ഒരു വ്യക്തിയാണെന്നോ അഹങ്കാരത്തോടു കൂടിയവനാണ്, അഹങ്കാരിയാണ് എന്നൊന്നും കരുതാതെ ഇരിക്കുക എന്നുള്ളതാണ് ജ്ഞാനത്തിന്റെ പരമഫലം, ജ്ഞാനത്തിന്റെ പ്രയോജനം. അതാണ് 280 പദ്യം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. യമാദർദ്ധി നിരോധശ്ച വ്യവഹാരസ്യ സംക്ഷയഃ സ്യുർഹേത്വാദ്യാ ഉപരതേഃ ഇത്യസങ്കരയീരിതഃ. അവശേഷിക്കുന്നത് എന്താണ്? വൈരാഗ്യത്തിന്റെ കാരണം, സ്വരൂപം, ഫലം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ജ്ഞാനത്തിന്റെ കാരണം, സ്വരൂപം, ഫലം അവയെയും പറഞ്ഞു. ഇനി ഉപശമത്തിന്റെ കാരണം, സ്വരൂപം, ഫലം ഇതും കൂടെ പറയാനുണ്ട്. അതാണ് പറയുന്നത്. യമാദിഹി ഭീ നിരോധഃ ച. യമം മുതലായതും, യമം, നിയമം, ആസനം, പ്രാണായാമം തുടങ്ങിയ ആ അഷ്ടാംഗ യോഗത്തിൽ പറയുന്ന ആദ്യ പടികൾ, സമാധി അവസാനത്തതാണ്. ആദ്യം യമം, നിയമം, ആസനം, പ്രാണായാമം അങ്ങനെയുള്ള കാര്യങ്ങൾ, അവയും ചിത്തവൃത്തി നിരോധവും. ധീ നിരോധ എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തി നിരോധ. അത് തന്നെയാണല്ലോ യോഗം. പതഞ്ജലി മഹർഷിയുടെ അഭിപ്രായത്തിൽ യോഗശ്ചിത്തവൃത്തി നിരോധ, ചിത്തവൃത്തികൾക്ക് കടിഞ്ഞാണിടുക. അപ്പൊ അതിന് സഹായിക്കുന്നവയാണ് യമനിയമാദികൾ. ആ യമനിയമാദികളും ചിത്തവൃത്തി നിരോധവും വ്യവഹാരസ്യ സംക്ഷയ, വ്യവഹാരങ്ങളുടെ കുറവ് അല്ലെങ്കിൽ അവയുടെ ക്ഷയം, ഈ മൂന്നുമാണ് ഉപരതി അല്ലെങ്കിൽ ഉപശമത്തിന്റെ ഹേതു, സ്വരൂപം, ഫലം. അപ്പൊ ആദ്യം പറഞ്ഞത് എന്താണ്? യമ നിയമാദികളും ചിത്തവൃത്തി നിരോധവും. അല്ല, യമനിയമാദികൾ കാരണം എന്തിന്റെ? ചിത്തത്തിന്റെ നിരോധത്തിന്റെ എന്ന് പറഞ്ഞാൽ മനസ്സടങ്ങുന്നതിന്റെ, ഉപശമത്തിന്റെ കാരണമാണ് യമം, നിയമം തുടങ്ങിയവ. ഇനി ഉപശമത്തിന്റെ സ്വരൂപം അല്ലെങ്കിൽ സ്വഭാവം എന്ത്? ചിത്തവൃത്തി നിരോധ, ചിത്തവൃത്തികൾ നിരോധിക്കപ്പെടുന്നു എന്നത് തന്നെ. ഇനി ഈ ഉപശമം എന്നവന്റെ ലക്ഷണം അല്ലെങ്കിൽ ഉപശമത്തിന്റെ ഫലം, പ്രയോജനം എന്താണ്?
വ്യവഹാരസ്യ സംക്ഷയ, വ്യവഹാരങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും. പതുക്കെ പതുക്കെ നാം കർമ്മത്തിൽ നിന്ന് അകന്നു പോകും. അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും നമ്മൾ കൈകടത്താതെയാവും. ഈ മൂന്നുമാണ് ഉപരതിയുടെ ഹേതു തുടങ്ങിയ 3 ഘടകങ്ങൾ. ഇതി അസങ്കരഹ ഈരിതഃ, ഇങ്ങനെ അന്യോന്യം കൂട്ടുകെട്ടില്ലായ്മ പറയപ്പെട്ടു. ഈ 3 ഘടകങ്ങൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ വൈരാഗ്യം, ജ്ഞാനം, ഉപശമം. ഈ 3ഉം വിഭിന്നങ്ങളായ 3 സ്വഭാവങ്ങളാണ്. അതാണ് ഇവയെ കൂട്ടുകെട്ടില്ലായ്മ എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വേറിട്ടതായിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പല ജ്ഞാനികളിലും ഇത് 3ഉം ഒരുമിച്ച് കാണപ്പെടുകയും ചെയ്യും. യമനിയമാദികൾ ഉപരതിക്ക് ഹേതുക്കൾ, കാരണങ്ങൾ. ചിത്തവൃത്തികളെ നിരോധിക്കുന്നതായ യോഗം ഉപരതി അല്ലെങ്കിൽ ഉപശമത്തിന്റെ സ്വരൂപം. ബാഹ്യകാര്യങ്ങളിലുള്ള പരിശ്രമത്തിന്റെ സംക്ഷയം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ പതുക്കെ പതുക്കെ ചുരുങ്ങി വരും. അതാണ് ഉപശമത്തിന്റെ ഫലം. ഇങ്ങനെ ഉപരതിയുടെയും അസാധാരണ ഹേത്വാദികളെ നിർണയിച്ചു. ഇങ്ങനെ വൈരാഗ്യം, ബോധം, ഉപരതി എന്ന 3ഉം വെവ്വേറെ തന്നെയെന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഇത് 3ഉം ഒന്നല്ല, വേറെ വേറെ തന്നെയാണ്. യമാദികളുടെ അവാന്തര ഭേദങ്ങൾ വിസ്താര ഭയത്താൽ ഇവിടെ കാണിക്കുന്നില്ല. യമാദികളുടെ അവാന്തര ഭേദം, യമം, നിയമം തുടങ്ങിയ ആ യമത്തിൽ തന്നെ 14 ഘടകങ്ങളുണ്ട്. അതുപോലെ നിയമം എന്നുള്ളതിലും പല ഉപവിഭാഗങ്ങളുണ്ട്. അതൊക്കെ വർണ്ണിച്ചു കഴിഞ്ഞാൽ പുസ്തകം ഒരുപാട് വലുതായി പോകും. ഗ്രന്ഥവിസ്താര ഭയം കൊണ്ട് അതുമാത്രം പറഞ്ഞാൽ പോരല്ലോ. അപ്പൊ എല്ലാം വിവരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വലിയ പുസ്തകമായി പോകും എന്നുള്ള ഭയം കൊണ്ട് അവയെ ഒന്നും കൂടുതലായിട്ട് ഇവിടെ വിവരിക്കുന്നില്ല. യമാദി എന്ന് പറയുന്നു. യമം മുതലായവ അതെന്തൊക്കെയാണ് എന്നുള്ളത് യോഗശാസ്ത്രം വായിച്ച് മനസ്സിലാക്കണം. ഓരോന്നും എടുത്ത് വിവരിക്കാനുള്ള സമയവും ഇല്ല, അത് യുക്തമാണെന്ന് തോന്നുന്നുമില്ല. അതൊക്കെ നമ്മൾ സ്വയം വായിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. ഇതിന്റെ സാരം വായിക്കാം. ഉപശമത്തിന്റെ ഹേത്വാദികളെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഹേതു തുടങ്ങിയവകളെ എന്ന് പറഞ്ഞാൽ ഹേതു, സ്വരൂപം, ഫലം. യമം, നിയമം, ആസനം തുടങ്ങിയ യോഗ സാധനകളാണ് ഉപശമത്തിന് ഹേതു. അവയെ നിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുമ്പോഴാണ് മനസ്സും ഇന്ദ്രിയങ്ങളും അടങ്ങി ഉപശാന്തി ഉണ്ടാവുന്നത്. ഉപശാന്തി തന്നെയാണ് ഉപശമം. അതിനാൽ യോഗ സാധനകൾ ഉപശമത്തിന് കാരണമാണ്. ഇപ്പൊ കാരണം പറഞ്ഞു. ഇനി രാഗാദി ചിത്തവൃത്തികളുടെ നിഷ്കൃഷ്ട നിരോധം ഉപശമത്തിന്റെ സ്വരൂപവും. ഉപശമിച്ചു എന്നുള്ളത് എങ്ങനെ അറിയാം? ചിത്തം രാഗദ്വേഷങ്ങൾ കൊണ്ട് മനസ്സ് ഇളകാതെയാവും. ചിത്തവൃത്തികളുടെ എണ്ണം വളരെ കുറയും. വല്ലപ്പോഴും മാത്രം മനസ്സ് ചലിക്കും. മിക്കവാറും ഒക്കെ അത് ശാന്തമായി നിലകൊള്ളും. ആ അവസ്ഥയുണ്ടായാൽ അതാണ് ഉപശമം എന്നുള്ള അവസ്ഥയുടെ സ്വരൂപം. ഇനി ഫലമോ? ലോകവ്യവഹാരത്തിൽ നിന്നുള്ള നിവൃത്തി ഫലവുമാണ്. ലോകവ്യവഹാരം എന്ന് പറഞ്ഞാൽ ചുമ്മാ അവിടെ പോവുക, ഇവിടെ പോവുക, ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ അറിയുന്നതിൽ അമിത താല്പര്യം കാണിക്കുക, നമുക്ക് ചുറ്റും എന്താണ് നടക്കുന്നത് ഒന്ന് അറിയാം. ഇത് ഓരോ മണിക്കൂറും ന്യൂസ് ചാനൽ തുറന്നു വെച്ചോണ്ട് അതെന്തായി, ഇതെന്തായി, ആർക്കൊക്കെ ജാമ്യം കിട്ടി, എത്ര കോടിയുടെ കള്ളപ്പണം പിടിച്ചു, ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടാൻ? ചിലർക്കൊക്കെ ഈ പത്രം വായിക്കുന്നതും ന്യൂസ് കാണുന്നതുമൊക്കെ അവരുടെ ജീവിത ധർമ്മമാണ് എന്നാണ് അവർ കരുതുന്നത്. നമ്മുടെ പാലക്കാട്ടുകാരൻ സ്വാമി ഉണ്ടല്ലോ, ഹിമവത് വിഭൂതി, തപോവന സ്വാമികൾ അദ്ദേഹത്തിന്റെ ആ ഹിമഗിരി വിഹാരം എന്നുള്ള കൃതിയിൽ പറയും. അദ്ദേഹം ഹിമാലയത്തിൽ ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരാൾ കുറേ ലഡു കൊണ്ടുവന്ന് വിതരണം ചെയ്യുകയാണ്. ആ ലഡുവിന് വേണ്ടി കുറെ സന്യാസിമാര് തിക്കും തിരക്കും കൂട്ടും. അടിപിടിയാണ്, ഉന്തും തള്ളും. അത് കണ്ടപ്പോ തപോവന സ്വാമികൾക്ക് തോന്നിയത്, അദ്ദേഹം പറയുന്നത്, ലഡു തിന്നാൻ വേണ്ടിയാണോ ഇവരെ സന്യാസം സ്വീകരിച്ചത് എന്ന് തോന്നിപ്പോകും എന്നാണ്. അതുപോലെ ഇവരുടെ പലരുടെയും ഈ വാർത്തകളോടുള്ള കമ്പം കാണുമ്പോൾ ഈ വാർത്തകൾ കേൾക്കാൻ വേണ്ടിയാണോ ഇവർ ജനിച്ചത്, അതാണോ ഇവരുടെ ജീവിത ലക്ഷ്യം എന്ന് തോന്നിപ്പോകും. അപ്പോൾ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നൊക്കെ പതുക്കെ പതുക്കെ പിൻവലിയുക തന്നെ വേണം. ഈ ലോകം വായ പിളർന്നു നിൽക്കുന്ന ഒരു മഹാസർപ്പമാണ്.
ഇതിന്റെ വായിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത് നിവൃത്തി മാർഗത്തിലൂടെയേ സാധ്യമാവൂ. ഈ സന്യാസം വാങ്ങിച്ച് പോയവരൊക്കെ മണ്ടന്മാരാണെന്നാണോ നമ്മൾ കരുതേണ്ടത്? ബുദ്ധിഹീനരാണോ അവരൊക്കെ? അവരെയൊക്കെ ഭീരുക്കൾ എന്ന് വിളിക്കുന്നത് നമുക്ക് ചേർന്നതാണോ? ഇല്ല, ബുദ്ധിമാന്മാരായതുകൊണ്ടാണ് അവര് രക്ഷപ്പെട്ടു പോയത്. ലോക വ്യവഹാരത്തിൽ നിന്നുള്ള നിവൃത്തിയാണ് എന്തിന്റെ ഫലം? ഉപശമത്തിന്റെ ഫലം. ഇങ്ങനെ വൈരാഗ്യാദി മൂന്നിന്റെയും തിരിച്ചറിയേണ്ടതാണ്. പറഞ്ഞാൽ വൈരാഗ്യം, ജ്ഞാനം, ഉപശമം, ഈ മൂന്നിന്റെയും എന്തൊക്കെയാണ്? കാരണം, സ്വരൂപം, ഫലം. ഇങ്ങനെ ഈ മൂന്ന് ഘടകത്തിന്റെയും മുമ്മൂന്ന് അംശങ്ങളെ മനസ്സിലാക്കേണ്ടതാണ്. അത്രയുമാണ് ഈ 280 പദ്യം കൊണ്ട് പറഞ്ഞു തരുന്നത്. നമുക്ക് ഇവിടെ നിർത്താം. ഇനിയുള്ള പദ്യങ്ങൾ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ വായിക്കാം.